ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി തരയണമേ. മതി. താങ്ക് യു സാംസൺ. നമുക്ക് ഇനിയുള്ള സമയം കുറച്ച് നേരം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചുറ്റാകിയിരിക്കാം. എനിക്ക് തോന്നുന്നു എൻ്റെ സുഹൃത്ത് നിത്യതയിൽ വിശ്രമിക്കുന്ന നമ്മുടെ ധർമ്മക്കണ്ണം പാസ്റ്ററുടെ മകൻ ഇന്നിവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം എന്നെ രാവിലെ വിളിച്ചിരുന്നു. എൻ്റെ പരിചയക്കാരോ 1-2 പേരൂടെ വിളിച്ചിരുന്നു ഇന്നിവിടെ വരുമെന്ന് പറഞ്ഞു. അവരെല്ലാം വന്ദനം ചെയ്യുന്നു. ഞാൻ പുനലൂരായിരുന്നതുകൊണ്ട് അദ്ദേഹമായിട്ടൊക്കെ എനിക്ക് അടുപ്പമുണ്ടായിരുന്നു. ഞാൻ ശുശ്രൂഷിച്ച ചർച്ചിലൊക്കെ അദ്ദേഹം വന്നിട്ടുണ്ട്. ദൈവവചനത്തിലേക്ക് നമുക്ക് ശ്രദ്ധ. ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഉപവാസ പ്രാർത്ഥനയാണല്ലോ. എൻ്റെ സന്ദേശത്തിന് ഞാനൊരു ടൈറ്റിൽ പറഞ്ഞാൽ, നമ്മൾ പിതാവാം ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിൻ്റെ 3 സവിശേഷതകളാണ് എനിക്ക് പറയാൻ നിയോഗമുള്ളത്. കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ. ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് ഒരു മുഖവുര പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. പ്രാർത്ഥനയെക്കുറിച്ച് എത്ര മുഖവുര പറഞ്ഞാലും അത് പറഞ്ഞൊപ്പിക്കാൻ പാടാണ് കേട്ടോ. ഭയങ്കര പാടാണ്. അത്രയ്ക്കും എന്താ പറയണ്ടേ, അത്രയ്ക്കും സാധ്യതകളുള്ള ഒരു സംഗതി പ്രാർത്ഥന പോലെ വേറൊന്നില്ല. ആരാധന പോലും അതിൻ്റെ പുറകിൽ ഒന്നുമല്ല. അത്രയ്ക്കും ശക്തിമത്താണ് പ്രാർത്ഥന. ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചാണ്. അല്ലാതെ വേദശാസ്ത്രിമാരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് പറയും. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ഒരു ശാസ്ത്രിമാരും പറയാതെ ഉണ്ടല്ലോ നമ്മുടെ പ്രാർത്ഥന മുറിയിൽ ദൈവാത്മാവ് നമുക്ക് തരുന്ന ചിന്തകൾ. ചില 1-2 കാര്യങ്ങളും പ്രാർത്ഥനയെക്കുറിച്ച് പറയാൻ എനിക്ക് നിയോഗമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സാധാരണ യോഗങ്ങളിൽ ഇത്രയും സമയമൊന്നും കിട്ടാറില്ല. ആവശ്യത്തിന് സമയം അനുവദിച്ചിട്ടുണ്ട്. അതിലൊത്തിരി സന്തോഷമുണ്ട്. അതൊക്കെ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഭയങ്കര സന്തോഷമാണ്. അത് മിസ്യൂസ് ചെയ്യാൻ പാടില്ലെന്നുള്ളതാണ്. ഈ ഔദാര്യമായി കിട്ടുന്ന സമയമൊന്നും വെറുതെ കളയരുത്. അത് ഉപയോഗിക്കുമെങ്കിൽ അത് നല്ലതാണ്. ചിലർക്ക് സമയം കൂടുതൽ വേണം, പക്ഷേ ഗുണമൊന്നുമില്ല. അതുകൊണ്ടൊരു കാര്യമില്ല. ഗുണമില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് ഞാനും നിർത്തിക്കോളാം. ഞാൻ അങ്ങനെ എന്താ പറയണ്ടേ, ഈ ദൈവാത്മാവിൻ്റെ നിയോഗത്തിലൊക്കെ ഒത്തിരി വിശ്വസിക്കുന്നൊരു ഉപദേശിയാണ്. വർഷങ്ങൾ കുറേ പഴക്കമുണ്ട്, ഒരു പഴകിയ ഉപദേശിയാണ്. പക്ഷെ എനിക്ക് ഈ പഴക്കങ്ങളോട് വലിയ താല്പര്യമുള്ള ആളല്ല. ഇന്നിവിടെ കേട്ടതുപോലെ എല്ലാം പുതുതായിരിക്കണം. ആമേൻ, സ്തോത്രം. എല്ലാം പുതുതായിരിക്കണം. ദൈവദാസൻ ആ വാക്യം പറഞ്ഞു, മുമ്പുള്ളത് ഓർക്കണ്ട, പുതിയതാണ്. ഞാൻ പറയാമല്ലോ, അന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചിട്ട് പോയി. ഇപ്പോൾ 7 വർഷമായതേ ഉള്ളൂ. നമുക്ക് 145 പേര് തിരുവത്താഴത്തിൽ പങ്കെടുക്കാനുണ്ട്. വെറും 7 വർഷമായതേ ഉള്ളൂ. എറണാകുളത്ത് ഇത്ര പെട്ടെന്ന് ഗ്രോ ചെയ്ത ഒരു ഫെലോഷിപ്പ് വേറെയില്ല. അതൊക്കെ നമ്മൾ ഈ കർത്താവിന് വേണ്ടി അങ്ങ് നിന്ന് കൊടുത്താൽ മതി, ബാക്കി കർത്താവ് കൊണ്ടുകൂടും. നമ്മൾ ഈ കൂടുതൽ ഞരമ്പ് പിടിക്കുകയും മസിൽ പിടിക്കുകയും ഒക്കെ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് കർത്താവ് മാറി നിൽക്കും. എന്നാൽ നീ അങ്ങ് പണിയാൻ പറയും. നമ്മൾ പണിത് കുഴയുകയും ചെയ്യും. അങ്ങനെ കുഴഞ്ഞു കിടക്കുന്നവരാണ് കേരളത്തിൽ ഒട്ടുമിക്ക ആളുകളും.
അതിനിടയിലൂടെ നമ്മളിങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഇങ്ങനെ കർത്താവ് അയക്കുന്നിടത്തൊക്കെ പോയി ഇങ്ങനെ ചെറിയ യാത്രകളൊക്കെ ചെയ്തു പോകുന്നൊരു കൊച്ചു ഉപദേശിയാണ്. പ്രാർത്ഥനയെക്കുറിച്ചൊരു മുഖവര പറഞ്ഞാൽ, നമ്മൾ പൊതുവെ ദൈവത്തെക്കുറിച്ച് കേൾക്കാറുള്ളതും പറയാറുള്ളതുമായ ഒരു വാചകമുണ്ട്: ദൈവം വാക്കുമാറുകയില്ല. എനിക്കൊന്ന് അതിനാപ്റ്റായ പാട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലേ, എൻ്റെ യേശു വാക്കുമാറാത്തോൻ. കാരണം ആ പാട്ടൊക്കെ പാടുമ്പോൾ നമുക്കൊരു സന്തോഷം. അതിൻ്റെ കാര്യവും ഒരുമാതിരിപ്പെട്ടവരെല്ലാവരും വാക്കുമാറി, ഇനി ഈ കർത്താവേ ഉള്ളൂ. അതാണല്ലോ പാട്ടിൻ്റെ അർത്ഥം. എൻ്റെ യേശു വാക്കുമാറാത്തോൻ. ഈ മൺമാറും വിൺമാറും മർത്യരെല്ലാം, കണ്ടോ, മർത്യരെല്ലാം വാക്കുമാറും, എൻ്റെ യേശു വാക്കുമാറാത്തോൻ. അതൊക്കെ നമ്മുടെ ആ പാട്ട് പാടുമ്പോൾ ഒരു തണുപ്പും ഒരു സുഖവും ഒക്കെ ഉണ്ട്. നിങ്ങളെ വിഷമിപ്പിക്കാൻ പറയുകയില്ല, സത്യമാണോ അത്? വേദപുസ്തകത്തിൽ നിന്നാണ് ഞാൻ ആ മുഖവര പറയുന്നത്. ദൈവം വാക്കു മാറുകയല്ലേ? തുടക്കത്തിലെ ഒരു നെഗറ്റീവ് ചിന്ത നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കൈയടിക്കാനൊക്കെ സാധ്യത കുറവാണ്. ചിലതിന് കൈയടിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ചില സ്ഥലത്തെ ഈ ശ്മശാന മൂകതയൊക്കെ ഞാൻ ആസ്വദിക്കാറുണ്ട്. മൂകത വരുന്നെങ്കിൽ ഓർത്തോണം, എവിടെയോ സാധനം ഏറ്റിട്ടുണ്ട്. എന്നാ ഞാൻ തുടങ്ങട്ടെ. ദൈവം വാക്കുമാറും. ഉണ്ടോ നിശബ്ദത? ഉണ്ടോ? ഞാൻ അഡ്വാൻസായി പറഞ്ഞത്. അത് നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. തെളിവ് ദൈവം ഒരിക്കൽ മോശയോട് പറഞ്ഞു, മോശേ, പുറപ്പാട് 33 വായിക്കണ്ട, 33, ഞാനിനി ഈ ജനത്തിൻ്റെ കൂടെ നടക്കുകയില്ല. നോ, ഇതുവരെ നടന്നു, ഇതുവരെ വന്നു, ഇനി ഇവിടം മുതൽ ഞാനില്ല, ഞാൻ നടക്കുകയില്ല. നാടൻ ഭാഷ പറഞ്ഞാൽ നിങ്ങളുടെ കൂടി ഇനി ഞാൻ വരുന്നില്ല. ദൈവത്തിൻ്റെ വാക്കുകൾ, ദൈവത്തിൻ്റെ വാക്കാണ്, ഞാനിനി നിങ്ങളുടെ കൂടെ വരില്ല. വേദനിപ്പിച്ചത് അധ്യക്ഷനെയാണ്, മോശെ. അതിന് ദൈവം പറഞ്ഞൊരു കാരണമുണ്ടല്ലോ, അവിടെ അറിയാം, നിങ്ങൾക്കറിയാം. ഈ ജനം ദുശാഠ്യമുള്ള ജനമാണ്. അത് ഞാൻ വിശദീകരിക്കണ്ടല്ലോ. ദുശാഠ്യം എന്ന് പറഞ്ഞാൽ ആഭിചാരത്തിന് തുല്യമാണ്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഒരാൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ശാഠ്യം പിടിച്ച, എന്നെ പാസ്റ്റൊന്നും വിളിച്ചില്ല ഇത്രയും ദിവസമായിട്ട്, അതുകൊണ്ട് ഞാനിനി അങ്ങോട്ട് പോകുന്നില്ല, അതിൻ്റെയൊക്കെ പേരാണ് ഈ ദുശാഠ്യം. യെസ്, അത് വലിയ ക്രെഡിറ്റായിട്ട് ആരും കാണരുത്. അത് വലിയ കെടുതിയായി വരും. 39 വർഷത്തെ സഭാ ശുശ്രൂഷയിലെ പരിചയം കൊണ്ട് പറയുകയാണ്, അത് പിന്നെ ഉപവസിച്ചഴിക്കാൻ പറ്റുന്ന കെട്ടല്ല. അതുകൊണ്ട് ദുശാഠ്യം പിടിക്കരുത്. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുന്നു. എൻ്റെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വരാത്തവരുടെ വീട്ടിൽ ഞാനും പോകുന്നു. എന്നാ തീരുമാനമല്ലേ? ചെല്ലു പറയാണ്ട്, എനിക്ക് കൈ തരാത്ത ഒരാൾക്ക് ഞാനും കൈ കൊടുക്കുകയില്ല. എന്നെ നോക്കി ചിരിക്കുന്നില്ലെങ്കിൽ ഞാനും ചിരിക്കത്തില്ല. എന്തോ അത്, ഇതിനേക്കാൾ എത്രയോ ബെറ്റർ അംഗൻവാടിയിലെ പിള്ളേർ. നമ്മൾ ഈ കുറച്ചുകൂടെയൊക്കെ മച്യൂരിറ്റി കാണിക്കണ്ടേ? കുറച്ചുകൂടെയൊക്കെ പക്വത കാണി. അയാൾ ചിരിച്ചില്ലേ, നമ്മളെ നോക്കി ചിരിക്കാൻ വേറെ എത്രയോ പേരുണ്ടെന്ന്. ഒരാൾ ചിരിച്ചില്ല, കൈ തന്നില്ല. നമ്മുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് 10 പേര് വരാതിരുന്നുകൊണ്ട് അത്രയും പപ്സ് ബാക്കി വന്നില്ലേ? പിറ്റേ ദിവസം ഓവനകത്ത് വെച്ച് ചൂടാക്കി നമുക്ക് തിന്നരുതോ? ഞാൻ അങ്ങനെ കാണുന്നയാളാണ്. നമുക്ക് 2-3 ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റോ ഈവനിങ് സ്നാക്സോ ആയില്ലെന്ന് അങ്ങനെയൊക്കെ ഒന്ന് കണ്ടു നോക്കാൻ വിടുന്നു, ആ ഭാഗം വിടും. അപ്പോൾ ദൈവം പറഞ്ഞത്, ഈ ജനം ദുശാഠ്യമുള്ള ജനമാണ്, ഞാൻ വരില്ല. അപ്പൊ ദൈവസാന്നിധ്യം നഷ്ടപ്പെടാൻ നമ്മൾ വേറെ ഒരു പാപം ചെയ്യണ്ട. ആവശ്യമില്ലാത്ത കാര്യത്തിന് ശാഠ്യം പിടിച്ചാൽ മതി.
പക്ഷെ മോശയെ തകർത്ത് കളഞ്ഞു ദൈവത്തിൻ്റെ ആ വാക്കുകൾ. മോശ ദൈവത്തോട് പറയുന്നൊരു വാചകമുണ്ട് പ്രാർത്ഥനയിൽ. മോശ പെട്ടെന്നൊരു പ്രയർ ക്രമീകരിക്കുകയാണ്. മോശ ദൈവത്തോട് പറഞ്ഞ ആ വാക്ക് നിങ്ങൾക്കറിയാം, തിരുസാന്നിധ്യം അടിയങ്ങളോടുകൂടെ പോരുന്നില്ലെങ്കിൽ അടിയങ്ങളെ അയക്കരുത്. ഞാനതിനെ ഒരു നാടൻ വിശ്വാസിയുടെ പ്രാർത്ഥനയായി കൺവേർട്ട് ചെയ്താൽ, നീ വരുന്നില്ലെങ്കിൽ ഞങ്ങളും പോകുന്നില്ല. കാരണം നീ ഇല്ലാത്ത ഒരു മരുഭൂയാത്ര ഞങ്ങൾക്ക് സ്വപ്നത്തിൽ ചിന്തിക്കാൻ കഴിയില്ല. നീ ഉണ്ടെങ്കിൽ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ഞങ്ങൾക്ക് ശങ്കയില്ല. നീ ഉണ്ടെങ്കിൽ കുറ്റാക്കൂരിട്ടിൽ വെളിച്ചത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയില്ല. നീ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭക്ഷണത്തെക്കുറിച്ച് വേവലാതിയില്ല. നീ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാം ഉണ്ട്. നീ ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ഇല്ല. ഒരുപാട് അർത്ഥങ്ങളുണ്ടത്. ഞാൻ അഭാവപ്പെടുന്നു. അത് ദൈവത്തിന്റെ ചങ്ക് തകർത്ത പ്രാർത്ഥനയാണ്. കാരണം മോശ ഒറ്റ പിടിയെ പിടിച്ചേക്ക പ്രാർത്ഥനയിൽ, നീ വരുന്നില്ല ഞങ്ങളും പോകുന്നില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് കൊണ്ട കെട്ടിയത് മോശ ദൈവത്തിലാ. ദൈവം ചെന്നില്ലെങ്കിൽ ആർക്ക് പോയി എന്ന് പറഞ്ഞാൽ ഇതിന്റെ കേട് മുഴുവൻ, ക്ഷീണം മുഴുവൻ ആർക്കാ ചെന്ന് തട്ടുന്നത്? ദൈവത്തിനാണ്. ദൈവമല്ലേ വിളിച്ചിറക്കി കൊണ്ടുവന്നത്. എന്നിട്ട് വഴി കൊണ്ട് ഇട്ടേച്ചു പോയെന്ന് പറഞ്ഞാൽ ശത്രു അവരുടെ ദൈവത്തെ ആയിരിക്കും പഴിക്കുന്നത്. നിങ്ങൾ ആ അധ്യായം ഒന്ന് വായിക്കണം വീട്ടിൽ ചെന്ന്. എൻ്റെ ദൈവം ഈ പ്രാർത്ഥിക്കുന്ന മോശയോട് പറയുക, മോശേ നീ എഴുന്നേക്ക്, ഞാൻ വരാം. കുറച്ചു മുമ്പല്ലേ ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞത്. ഇപ്പം ദൈവം തമ്പുരാൻ മോശയോട് പറയുകയാണ്, ഞാൻ വരാം. വാക്കു മാറ്റിയോ? എൻ്റെ ചോദ്യം അതാ. വരില്ല എന്ന് പറഞ്ഞ ദൈവം വരാം എന്ന് വാക്ക് തിരുത്തി. എപ്പോൾ? അതാ എൻ്റെ ചോദ്യം. എപ്പോൾ? ഇവിടെയാണ് പ്രാർത്ഥനയുടെ ഒരു മുഖവര. ആമേൻ. ഞാനത് ദൂതായി പറയാം. മുഴങ്കാലിലിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ മുമ്പിൽ മാത്രം ദൈവം തന്റെ വാക്ക് പുനഃപരിശോധിക്കും. ദൈവം തന്റെ വാക്ക് തിരുത്തും. ഞാനത് ദൂതായി പറയുന്നു. ദൈവത്തിന്റെ തീരുമാനങ്ങളെ തിരുത്താൻ ശക്തിയുള്ള ഒരു ഘടകം ഈ ഭൂമിയിലുണ്ടെങ്കിൽ ഭക്തന്റെ പ്രാർത്ഥനയാണ്. ഭക്തന്റെ പ്രാർത്ഥനയാണ്. മുഴങ്കാലിൽ ഇരിക്കുന്ന ദൈവ പൈതലേ, ദൈവം പോലും തന്റെ തീരുമാനത്തെ തിരുത്തുന്നത് നിന്റെ മുൻപിലാണ്. ആമേൻ. ഇതിൽ വലിയൊരു മുഖവര എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അടുത്തത് ഞാൻ വിശദീകരിക്കാതെ പറയാം. രണ്ട് തെളിവെങ്കിലും ഒരാശയത്തിന് പറഞ്ഞു പോകുന്നത് ആ സന്ദേശത്തിൻ്റെ ഉറപ്പിന് ഉപകരിക്കും എന്നുള്ളതുകൊണ്ട്. നീ മരിച്ചു പോകും. ദൈവത്തിൻ്റെ വാക്കുകളാണ് ഹിസ്കിയാവിനോട്. നീ മരിച്ചു പോകും. നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കണം. പ്രവാചകനെ വിട്ടു പറഞ്ഞ ദൂതാണ്. നീ മരിച്ചു പോകും. നമുക്കറിയാം ഹിസ്കിയാവ് ഒരൊറ്റ കരച്ചില. മുഖം ചൂരനോട് നേരെ തിരിച്ച് തൻ്റെ രാജമന്ദിരത്തിൽ അന്തഃപുരത്തിനകത്ത് ഒരൊറ്റ കരച്ചിലും പ്രാർത്ഥനയും. വാക്കുകളൊക്കെ നമുക്കറിയാമല്ലോ, ഹിസ്കിയാവ് ഉപയോഗിച്ച വാക്കുകൾ. ഈ പ്രാർത്ഥനയും കരച്ചിലും അകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പം ദൂത് പറഞ്ഞ പ്രവാചകൻ യെശയ്യാവ് കൊട്ടാരത്തിൻ്റെ നടുമുറ്റം വിട്ടിട്ടില്ല. അതാ മരിച്ചു പോകുമെന്ന് ദൈവം പറഞ്ഞ വാക്ക് പറഞ്ഞേച്ചു. പ്രവാചകൻ അത്രയേ ഉള്ളൂ പണി. പോക്കോണം, പിന്നെ അവിടെ കറങ്ങി നിൽക്കരുത്. പോയി. പക്ഷെ നടുമുറ്റം വിടുന്നതിന് മുമ്പ് ദൈവം തടഞ്ഞു പ്രവാചകൻ. യെസ്, നീ തിരിച്ചു നടക്ക്, തിരിച്ചു നടക്ക്. ഞാൻ പറയും, ഹിസ്കിയാവിന്റെ മുറിയിലേക്ക് തിരിച്ചു നടക്കുക എന്നല്ല അതിന്റെ അർത്ഥം. കരയുന്ന ആ മനുഷ്യന്റെ മുറിയിലേക്ക്, പ്രാർത്ഥിക്കുന്ന ആ മനുഷ്യന്റെ മുറിയിലേക്ക് നീ തിരിച്ചു നടക്ക്. എന്നിട്ട് നീ തിരിച്ചു പറ, നീ മരിക്കയില്ല,
15 സംവത്സരം ഞാൻ നിനക്ക് നീട്ടിത്തന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയുടെ മുൻപിൽ, കണ്ണുനീരിന്റെ മുൻപിൽ എന്റെ ദൈവം തന്റെ തീരുമാനങ്ങൾ തിരുത്തും, തന്റെ വാക്കുകൾ മാറ്റും. വേദപുസ്തകത്തിലെ സന്ദേശമാണിത്. ഈ ദൂതിന്റെ മുൻപിൽ ആമേൻ പറയുവാൻ അന്തരാത്മാവിൽ നിയോഗമുള്ള, ആവേശമുള്ള ഹൃദയങ്ങൾ മാത്രമാണ് ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടത്. അല്ലാതെ വെറുതെ ആരും അധരം ചലിപ്പിക്കരുത്. അതെ, ചിലത് നീങ്ങിപ്പോകും. ദൈവം പോലും തീരുമാനിച്ചു വച്ചിരിക്കുന്ന ചിലത് നീക്കിക്കളയാൻ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, അങ്ങേക്ക് കഴിയും, താങ്കൾക്ക് കഴിയും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പൊ ഇത്രയും ശക്തിയുള്ളതാണ് ദൈവത്തെ ഇതുപോലെ തിരുത്താൻ, ദൈവം എടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്ന് ദൈവത്തെ തിരുത്താൻ ഇത്രയും ശക്തിയുള്ളതാണ് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ, ഈ വെയിലത്ത് കഷ്ടപ്പെട്ട വിവിധ ഇടങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് ഈ യോഗത്തിൽ വന്നിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ എടുത്ത എഫർട്ടിന് ഒരു മറുപടി കാണാതെ പോവോ? ഓ ഹല്ലേലൂയ, കർത്താവിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. നമുക്ക് നമ്മുടെ കുറിവാക്യത്തോട് നീതി പുലർത്തണം. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ പഠിപ്പിക്കലുകളുണ്ട് വേദശാസ്ത്രികളുടെ ഇടയിൽ. എനിക്ക് തോന്നുന്നു, എനിക്ക് പൊതുവെ ഏറെ ഇഷ്ടം തോന്നിയ ഒരു പഠന സംവേദന രീതി ഞാൻ തുടക്കത്തിലൊന്ന് പറയാം. ഞാൻ എൻ്റെ സന്ദേശത്തിലേക്ക് പെട്ടെന്ന് വരും. എനിക്ക് വേദശാസ്ത്രികളുടെ വിശകലനത്തിൻ്റെ മുമ്പിലൊന്നും നിന്ന് സമയം കളയാൻ താല്പര്യമുള്ള ഒരു ഉപദേശമല്ല. എങ്കിലും ചിന്തിക്കുന്ന, ധ്യാനിക്കുന്ന, വേദപുസ്തകത്തോട് പഠനാത്മക ഹൃദയത്തോടെ പ്രതികരിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. ഒറ്റ വാക്ക്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പഠന സംവേദന രീതി, യേശു പഠിപ്പിച്ച പ്രാർത്ഥനയെ 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. 1, അഭിസംബോധന. 2, അപേക്ഷകൾ. 3, മഹത്വാർപ്പണം. ഇതാണ് പ്രാർത്ഥനയുടെ 3 വിഭജനം. എനിക്ക് തോന്നുന്നു ഈ പഠന സംവേദന രീതി പൊതുവെ ഏറിയ പങ്കാളുകളും സ്വീകരിച്ചിട്ടുള്ള ഒരു പഠന രീതിയാണ്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, അഭിസംബോധന, അപേക്ഷകൾ, മഹത്വാർപ്പണം. വളരെ ഇഷ്ടപ്പെട്ട ഒരു പഠന രീതിയാണ്. അഭിസംബോധന യേശു പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. നമുക്കറിയാം എന്താണ് അഭിസംബോധന. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അത് ബ്രാക്കറ്റിലിട്ടിട്ടുണ്ട് ലൂക്കോസ്, ഞങ്ങളുടെ പിതാവേ. ആ അഭിസംബോധന ചെറുതല്ല, അതിനെ ചെറുതായി കണ്ടുകൂടാ. കാരണം ദൈവത്തെ യെശയ്യാ പ്രവചനത്തിൽ മാത്രമാണ് പിതാവ് എന്ന പദം ഉപയോഗിച്ച് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. യഹോവ എന്നോ ദൈവമെന്നോ ഉള്ള പദമാണ് മുഴുവൻ അഡോണായി. പഴയ 39 പുസ്തകങ്ങൾ. പക്ഷേ യെശയ്യാ ഒരിടത്ത് പിതാവെന്ന് പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു പിതാവെന്ന പദമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് തുടക്കത്തിൽ 12-ാം വയസ്സ് മുതൽ ശ്രദ്ധിച്ചാൽ അറിയാം. മറിയയും യോസേഫും യേശുവിനെ തിരഞ്ഞു പള്ളിയിൽ ചെല്ലുമ്പോൾ യേശു അവരോട് പറയുന്നില്ല, ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ. കണ്ടോ? പിന്നീടൊക്കെ സുവിശേഷങ്ങൾ, 4 സുവിശേഷങ്ങൾ ശ്രദ്ധിച്ചു, യേശു പിതാവ് 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 എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഒരിക്കൽ മാത്രം യേശു ദൈവം എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഈ യേശുവിൻ്റെ ക്രൂശ് മരണം ശ്രദ്ധിച്ചാൽ അറിയാം അല്ലെ. ദൈവം എന്നുള്ള പദം, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടുന്നുണ്ട്. അവിടെയേ യേശു ദൈവം എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുള്ളൂ സുവിശേഷങ്ങളിൽ. കാരണം ക്രൂശിലെ ആ ക്രൂരമായ ഏകാന്തതയിൽ നീയും ദൈവമേ, നീയും എന്നെ
കൈവിട്ടതെന്ത്? കാരണം ഒരു കൈവിടപ്പെടലിൻ്റെ ചിത്രം തെളിഞ്ഞു വന്നപ്പോൾ പിതാവിനത് പറ്റുമോ എന്നുള്ള ചിന്തയാണ് ദൈവം എന്ന പ്രയോഗത്തിലേക്ക് യേശുവിനെ മാറ്റിയത്. ഞാൻ ഇത്രയും കാലം നിന്നെ പിതാവേ എന്നേ വിളിച്ചിട്ടുള്ളൂ, പക്ഷെ ഇപ്പോൾ നീയും എന്നെ കൈവിട്ടതെന്ന്. അവിടെയാണ് യേശു എൻ്റെ ദൈവമേ എന്ന് വിളിച്ചത്. എന്നാൽ ലാസ്റ്റോ ഒടുവിൽ വീണ്ടും പിതാവേ എന്ന് വിളിച്ചേ. പിതാവേ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ തരുന്നു. കണ്ടോ, പിതാവേ എന്ന് വിളിച്ചു തുടങ്ങി പിതാവേ എന്ന് വിളിച്ച് അവസാനിപ്പിച്ച യേശുവിൻ്റെ 3.5 വർഷത്തെ ശുശ്രൂഷ പഠിച്ചാലേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന അഭിസംബോധന ഉച്ചരിച്ചുരുവിട്ട് യേശു പഠിപ്പിച്ച ആ പ്രാർത്ഥനയിലെ ആ വാചകത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാവുള്ളൂ. എങ്കിലും ഇത്രയും കാര്യങ്ങൾ കൊണ്ട് അതിൻ്റെ മർമ്മം പിടികിട്ടിയല്ലോ. എനിക്കും ഞാൻ പറയാം, എനിക്ക് ദൈവമേ എന്ന് വിളിക്കുന്നതിനേക്കാൾ കുറെ കൂടെ ഇഷ്ടം ഡാഡി എന്ന് വിളിക്കുന്നതാണ്, പപ്പ എന്ന് വിളിക്കുന്നതാണ്. 1.5 മാസം മുമ്പ് എൻ്റെ പിതാവ് മരണപ്പെട്ടു. ഞാൻ കർത്തദാസിൻ്റെ കുടുംബത്തിലെ ഫ്യൂണറലൊക്കെ കണ്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ മഹത്വം പലപ്പോഴും അറിയില്ല. പക്ഷെ ഇപ്പം ശരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും എൻ്റെ പിതാവിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനം, ഞങ്ങൾ മലബാറുകാരായിരുന്നു, ഇപ്പോൾ എറണാകുളത്ത് സെറ്റിലായെന്നേ ഉള്ളൂ. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ദേശീയ ഭക്ഷണമെന്ന് പറയും ഞങ്ങൾ കപ്പയിറച്ചിയാണ്. ഉപവസിച്ചിരിക്കുന്നവർക്ക് പരിശോധനയൊന്നും ഉണ്ടാകരുത്. സ്വാഭാവികമാണ്, നമ്മൾ ഈ ജഡത്തിൽ വീണ്ടെടുപ്പ് പ്രാപിച്ചവരല്ലല്ലോ. എന്നാ ദൈവകൃപയാന്ന് പറഞ്ഞാലും നമ്മൾ ഈ ചില ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് വായി വെള്ളം വരും. അത് ഇവിടെങ്ങും വാഷ് ബേസിനില്ല, ഇറക്ക് നിവൃത്തിയുള്ളൂ. അത് അടുത്തിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ശബ്ദം ഉപയോഗിച്ച് അത് ഇറക്കണം. ഇറച്ചി എന്ന് പറഞ്ഞാൽ എല്ലുകറിയാണ്. ഈ വാരിയെല്ലിൻ്റെ, പോത്തിൻ്റെ വാരിയെല്ലിൻ്റെ കറി. അത് വൈകുന്നേരം ഒരു 5 മണിക്ക്, അയ്യോ ഇനി അധികം പറയണ്ടല്ലേ. ഇപ്പം തന്നെ ചിലരുടെ മുഖം കണ്ടറിയാം, എൻ്റെ പാസ്റ്ററെ അത് നിർത്ത്, കാരണം ഇപ്പം തന്നെ പിടി വിട്ടു പലരും. എനിവേ, പക്ഷെ ഞാൻ മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഞാനത് വാങ്ങിക്കൊണ്ട് പോകുമായിരുന്നു, എൻ്റെ അപ്പന് ഇഷ്ടമുള്ള ഭക്ഷണം. പക്ഷെ ഇനി അങ്ങനെയൊന്നുമുള്ള ഒരു ബന്ധമില്ലല്ലോ. ഞാനിനി ഇറച്ചിയും കൊണ്ട് ചെല്ലുന്ന സമയത്താണ് എൻ്റെ അപ്പൻ ഏറ്റവും നന്നായിട്ട് എന്നെ നോക്കി ചിരിക്കുന്നത്. കാരണം ഇഷ്ടമുള്ള ഭക്ഷണം കൊണ്ട് മകൻ വരുമ്പോഴുള്ള ഒരു സന്തോഷം. അപ്പോൾ ആ ഒരു ബന്ധമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ അച്ചാച്ച എന്നാണ് വിളിക്കുന്നത്. ഇനി അങ്ങനെ വിളിക്കാൻ എനിക്കാരുമില്ല. പക്ഷെ 10 മണി കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഫോൺ ചെയ്താൽ അദ്ദേഹം എടുക്കത്തില്ല, ഇനി ആരാന്ന് പറഞ്ഞാലും. പക്ഷേ ഇവിടെയാണ് എനിക്ക് എൻ്റെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ ഇഷ്ടം. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ്റെ പ്രത്യേകത, ഏത് നട്ടപ്പാതിരാക്കും എനിക്ക് വിളിക്കാം. ആമേൻ. അതാ ഈ അപ്പനുമായിട്ടുള്ള ബന്ധം. അങ്ങനെ ഒരു നല്ല ബന്ധത്തിലേക്ക് വന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്കൊരു നല്ല പിതാവുണ്ട് ദൈവമക്കളെ. ധൈര്യപ്പെട്. നമുക്ക് വേണ്ടി വാദിക്കാൻ, നമുക്ക് വേണ്ടി ഉത്തരവാദിയാകാൻ ഒരു നല്ല പിതാവ് ഉയരത്തിലുണ്ട്. സ്തോത്രം. ഞാൻ ആ ഭാഗം വിടുന്നു. അഭിസംബോധന എത്ര മനോഹരമാണ്. ശരിക്കും പറഞ്ഞാൽ അത്രയൊക്കെ ആകാവൂ അല്ലേ. നമ്മുടെ ഈ അഭിസംബോധനയെക്കുറിച്ച് പറയുമ്പോൾ ഒത്തിരി ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട്. ദൈവമേ, ചില മരണ വീട്ടിലൊക്കെ നമ്മൾ ചെന്നാൽ പ്രാർത്ഥിക്കാൻ ചിലർക്ക് സമയം കൊടുത്താൽ അഭിസംബോധന കേട്ട് നമ്മൾ ഞെട്ടിപ്പോവും. ഒരു മരണ വീടല്ലേ. പക്ഷെ നമ്മൾ വളരെ വിശേഷിച്ച് മീറ്റിംഗ് ലീഡ് ചെയ്യുന്നത് നമ്മളും കൂടെ ആണെങ്കിൽ പിന്നെ നമ്മളിരുന്ന് കത്തിപ്പോകയും. ചിലരങ്ങോട്ട് തുടങ്ങുന്നത് ഉന്നതനും ഉയർന്നിരിക്കുന്ന, അതൊക്കെ എന്തിനാ മരണ വീട്ടിൽ പറയുന്നത്? ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനും ഊഴിയിലെ പൂഴിയെ നാഴിയിൽ കൊള്ളിക്കുന്നവനും സമുദ്രത്തിലെ വെള്ളത്തിനു മണലുകൊണ്ട് അതിരിട്ടവനും. അഭിസംബോധനയാ. പപ്പയെന്ന് വിളിച്ച് ഒറ്റ വാക്ക് പറഞ്ഞ് നിർത്താവുള്ള. ഇതൊക്കെ എനിക്കങ്ങ് സഹിക്കാൻ പറ്റാത്ത. ഇതൊന്നും മാറാൻ പോകുന്നില്ല കേട്ടോ. ഇതൊന്നും മാറ്റിയെടുക്കാനും പറ്റിയ. അവിടെ അതൊന്നും പറയേണ്ട കാര്യമുണ്ടോ? സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞാൽ പോരെ? അല്ലെങ്കിൽ മനസ്സലിവുള്ള ദൈവം. അതൊക്കെ ആയിരിക്കും ഒരു മരണ വീട്ടിൽ അഭിസംബോധനയ്ക്ക് പറ്റി അല്ലേ. സർവാശ്വാസത്തിൻ്റെ ദൈവമേ, എന്തൊരാശ്വാസം അത്. പിന്നെ അങ്ങ് സഭായോഗത്തിൻ്റെ പോലുള്ള പ്രാർത്ഥന മാറത്തു. അവിടെ എന്തിനാമേ പൊൻകച്ച കെട്ടുന്നത്?
അല്ലേ മൂക്കി പഞ്ഞി വെച്ച് കിടക്കുക ഒരുത്തൻ. അവിടെ നമ്മൾ എഴുന്നേറ്റ് പൊൻകച്ച കിട്ടുക. എന്തോ ചെയ്യും? ഇതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതുകൊണ്ടൊക്കെയാണ് തോന്നി നമ്മൾ ഈ നാട്ടുകാരുടെയൊക്കെ മുമ്പിൽ ഒറ്റപ്പെട്ടു പോയത്. നമുക്ക് ഈ സാമൂഹ്യ പ്രതിബദ്ധത കുറഞ്ഞു പോയതിൻ്റെ കാര്യം സമൂഹത്തിലെ ആളുകളെ നമ്മൾ കാണുന്നില്ല പലപ്പോഴും. നമ്മൾ എവിടെയും ഒരു പെന്തക്കോസ്തലിസം, അതും പലതും പഴകി ദ്രവിച്ചത് ഇപ്പോഴും അത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഈ കഴിഞ്ഞ ദിവസം ഒരു പക്ഷേ ഞാൻ ഈ പറയുന്നത് ഷാരനൊക്കെ നന്നായിട്ട് അറിയായിരിക്കും. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ഇച്ചിരി ഹോൾഡുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു കല്യാണത്തിന് എന്നിട്ട് പറയാം, അടുത്ത് നിൽക്കുന്ന ആളുകളെ കൈ കൊടുത്തു ചിരിച്ച്. കല്യാണമാണ് അവിടെ. എനിക്ക് തോന്നുന്നു 25% മുസ്ലിങ്ങളുണ്ട് ആ കല്യാണത്തിൽ, പിന്നെ ഹിന്ദുസ്, അങ്ങനെയുള്ള ആളുകൾ. വാസ്തവത്തിൽ പെന്തക്കോസിൻ്റെ കല്യാണമാണെങ്കിൽ ഓഡിയൻസ് വേറെയാണ്. അവിടെ ഇപ്പോൾ ഒരു മുസ്ലിമിൻ ഇത് കൈ കൊടുത്ത് ചിരിക്കാൻ പറഞ്ഞ്, ചിരി എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക വികാരമല്ലേ? അത് ഒരാൾ പറയുമ്പോൾ അല്ലേ? ഇപ്പം ഷാൻ എന്നോട് പറയാം, TD പാസ്റ്റർ ഇനി തുടർന്നുള്ള 2-3 മിനിറ്റ് ചിരിക്കാനുള്ള സമയമാണെന്ന് പറഞ്ഞാൽ നമ്മളത് ആർട്ടിഫിഷ്യലായിട്ട് നമ്മളത് ഉണ്ടാക്കാൻ നമ്മൾ മിടുക്കരാ. ഏത് വികാരമാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത? നമ്മളതൊക്കെ അങ്ങ് ശീലിച്ചു പോയി. നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ അങ്ങനെ ശീലിപ്പിച്ചു പോയി. യെസ്, സഹിടും ചിലത്. അപ്പം ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദര, അങ്ങനെയുള്ള ശൈലി ഒഴിവാക്കുന്നതല്ല. കാരണം ചിരി ഒരു സ്വാഭാവിക വികാരമാണ്. നമ്മളത് കൃത്രിമമായി ചെയ്യിക്കുമ്പം തന്നെ പരിശുദ്ധാത്മാവ് മാറി നിൽക്കും. കാരണം അത് ദൈവാത്മാവിന് വിട്ടുകൊടുക്കുക. ആ ആരാധനയുടെ ചുമതല ദൈവത്തിനങ്ങ് വിട്ടുകൊടുക്കുക. അപ്പോൾ ദൈവം അവിടെ മഹത്വപ്പെടും. നമ്മൾ ഈ അഭ്യാസം കാണിച്ച് തുടങ്ങുമ്പോഴേ പരിശുദ്ധാത്മാവ് മാറി നിൽക്കും. ശരിക്കും അത് അങ്ങനെയൊക്കെ ഞാനങ്ങ് പറയാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് പറ്റുന്നിടത്ത് നമുക്ക് പറയാമല്ലോ. ചിരിക്കുന്നത് ഞാൻ വായിച്ചിട്ടുള്ളത് 16 പേശികൾ, നമ്മുടെ ശരീരത്തിലെ 16 പേശികൾ വർക്ക് ചെയ്യുമ്പോഴാണ് ഒരാൾ ചിരിക്കുന്നത് എന്ന് പറയാൻ. നമ്മൾ സ്വാഭാവികമായി സ്വതസിദ്ധമായുള്ള ചിരിയുടെ കാര്യം പറയാം. 16 പേശി വർക്ക് ചെയ്യണം. അതേസമയം കോപിക്കാൻ 32 പേശി വർക്ക് ചെയ്യണം. അമിതമായി കോപിക്കുന്നവർ എത്ര വിറ്റാമിനുള്ള ആഹാരം കഴിച്ചാലും മെലിഞ്ഞേ ഇരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. എന്ത് കഴിച്ചാലും അവർ പച്ച പിടിക്കത്തില്ല. അതേസമയം നന്നായി മനസ്സ് തുറന്ന് ചിരിച്ചു നോക്കി പച്ചവെള്ളം കുടിച്ചാലും തൂക്കം കൂടും. അപ്പോൾ അത് അങ്ങനെയാണ്. അപ്പം കാണുമ്പോഴേ ഇങ്ങനെ ഈ കോവിഡ് ഈ ടൈഫോയിഡ് വന്നിട്ട് ഈ മുഖം കോടിപ്പോയവരെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ചിരിക്കരുത്. ഈ സൈഡും കൊണ്ട് തുറന്ന് ചിരിക്കണം, മനസ്സ് തുറന്ന് ചിരിക്കണം, അങ്ങനെ ചിരിക്കണം. ചിരിക്കുന്നത് അതുകൊണ്ടാണ് പഴയ ആളുകൾ പറയുന്നത് ചിരിക്കുന്നത് ആയുസ്സിന് നല്ലതാണ് എന്ന് കരുതി യോഗം കഴിഞ്ഞ് ഈ വെയിലത്തൂടെ നടന്ന് ചിരിക്കരുത്. അത് വേറൊരു വ്യാഖ്യാനത്തിലേക്ക് പോകും എന്നുള്ള കാര്യം പറഞ്ഞ് നമുക്ക് ആ ഭാഗം വിടാം. അപ്പോൾ ആ യോഗമൊക്കെ അങ്ങനെയൊക്കെയുള്ള യോഗത്തിൽ അങ്ങനെയുള്ള പറയരുത്. സ്വർഗം നിൻ്റെ സിംഹാസനം, അത് എന്ത് സൗണ്ടിലാന്നേ ഒരു മരണ വീട്ടിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ദുഃഖഭവനത്തോട് ഏകീഭവിക്കുന്ന ശബ്ദമേ നമ്മൾ അവിടെ ഉപയോഗിക്കാവൂ. അതിന് പറ്റിയ അഭിസംബോധനയെ നമ്മൾ ഉപയോഗിക്കും. നമ്മൾ അത്ര ഒച്ച വെക്കുമ്പോൾ ആ മരിച്ച് കിടക്കുന്നവൻ എന്താ വിചാരിക്കും? എടാ ഇവനൊന്ന് ചത്താ പോലും സ്വൈര്യം. അപ്പം ഞാൻ പറഞ്ഞ അഭിസംബോധനയുടെ കാര്യം പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥനയ്ക്കൊക്കെ ഇരിക്കുമ്പോഴേ ഔപചാരികതകളെല്ലാം കട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. മനസ്സ് തുറന്നിട്ട് സ്വർഗസ്ഥ പിതാവേ എന്റെ അപ്പാ, മനസ്സിൽ തട്ടി ഒന്ന് വിളിച്ചു നോക്ക്. ആമേൻ. അങ്ങനെ ഒരു അപ്പൻ ഉയരത്തിലുണ്ട് ദൈവമൈതലേ. ഹല്ലേലൂയ. അഭിസംബോധന. രണ്ടാമത്തേത് അപേക്ഷകൾ. അഭിസംബോധനയിൽ നമ്മൾ നിൽക്കുന്നില്ല, അത് വേദശാസ്ത്ര വെളിച്ചത്തിൽ ഈ മുടിയമ്പുത്രൻ്റെ അപ്പനുമായിട്ടൊക്കെ കണക്ട് ചെയ്യാവുന്ന നല്ല ചിന്തകളാണത്. ഞാൻ അങ്ങോട്ട് എങ്ങും പോകുന്നില്ല. അപേക്ഷകൾ. യേശു പഠിപ്പിച്ച പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ 2ാം ഭാഗം അപേക്ഷയാണ്. 6 അപേക്ഷകളാണ് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്കകത്തുള്ളത്. അത് നിങ്ങൾ വീട്ടിൽ ചെന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. 6 അപേക്ഷകൾ. 6 അപേക്ഷകളെ 2ആയിട്ട് തിരിക്കാം. 6 അപേക്ഷകളെ 2ആയിട്ട് തിരിക്കാം. 1 ആത്മീകമായവ, 2 ഭൗതികമായവ. ഇങ്ങനെ 6 അപേക്ഷകളെ 2ആയിട്ട് തിരിക്കാം. ആത്മീകമായവ എന്ന വിഭാഗത്തിൽ 5 അപേക്ഷകളും ആത്മീകമായവയാണ്. അത് ഞാൻ വിശദീകരിക്കണ്ടല്ലോ. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അങ്ങനെ അങ്ങോട്ട് തുടങ്ങി നിന്റെ രാജ്യം, നിന്റെ നാമം, നിന്റെ ഇഷ്ടം,
ഇങ്ങനെ വരികയാണ്. 5 അപേക്ഷകളും ആത്മീകമായ അപേക്ഷകളാണ്. 6ാമത്തെ അപേക്ഷ എന്ന് പറഞ്ഞാൽ ഭൗതികമായവ എന്ന വിഭാഗത്തിൽ ഒരെണ്ണേ ഉള്ളൂ. അതാ നമ്മുടെ കുറിവാക്യം. ഞാൻ ആ കുറിവാക്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനാണ് ഈ മുഖവര ഉപയോഗിച്ചത്. ഒറ്റ ഭൗതിക കാര്യമേ ഉള്ളൂ: ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി തരണമേ. 2ാം ഭാഗം യേശു പഠിപ്പിച്ച പ്രാർത്ഥനയുടെ 3ാം ഭാഗം മഹത്വാർപ്പണമാണ്. അത് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. നിങ്ങൾക്ക് പരിചയമുള്ളത് കൊണ്ടാണ് ഞാൻ വിശദീകരിക്കാത്തത്. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ എന്ന് പറഞ്ഞാണ് യേശു പഠിപ്പിച്ച പ്രാർത്ഥന പര്യവസാനിക്കുന്നത്. അപ്പോൾ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയെ 3ആയി തിരിക്കാം: അഭിസംബോധന, അപേക്ഷകൾ, മഹത്വാർപ്പണം. അപേക്ഷകൾ 6 എണ്ണമാണ്. അതിലൊരു ഭാഗം ആത്മീകമാണ്, ഒരു ഭാഗം ഭൗതികമാണ്. അത് പൗലോസിൻ്റെ ഒക്കെ പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ, എപ്പഫ്രാസിൻ്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ ഇവരൊന്നും ഭൗതിക കാര്യത്തെ തൊടുന്നില്ല. എനിക്ക് അതിനെക്കുറിച്ച് അധികം പറയാൻ ഞാൻ സമയം എടുക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എഫെസോസ് സഭയ്ക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നു. എന്നാ വിഷയങ്ങളാണ് പറയുന്നത്? ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ സഭയ്ക്ക് വേണം. അതൊക്കെ വെളിപ്പാടിൻ്റെ ആത്മാവെന്നൊക്കെ പറഞ്ഞ എന്താ? എനിക്ക് തോന്നുന്നില്ല ഞാൻ നടത്തിയിട്ടുള്ള ഒരു ഉപവാസ പ്രാർത്ഥനയിലും ഇങ്ങനെയുള്ള വിഷയങ്ങൾ എഴുതി ചേർത്തിട്ടില്ല. നമ്മളെയൊന്നും അങ്ങോട്ട് വിടുന്നില്ല. ആരാന്ന് എനിക്കറിയില്ല. ഞാനത് പറയുന്നില്ല. നമുക്ക് ആകെ കുറ്റം പറയാൻ ഒരാളെ ഉള്ളൂ. പുള്ളിയാണ് ഈ അടി കൊണ്ട് ഒരു പരുവം കെട്ടിരിക്കുക. നമ്മുടെ പല കേസിനകത്തും പുള്ളിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല താനും. ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്തം ഇന്ന്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പാമ്പാടിക്കടുത്ത് മുക്കോലി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നിങ്ങൾക്കറിയാം, മുക്കോലി രാജു എന്ന് പറഞ്ഞൊരു ദേവദാസൻ, ഭൂതങ്ങളെ പുറത്താക്കുന്നൊരു ദേവദാസൻ. ഇപ്പം അദ്ദേഹം പോകുന്നില്ലെന്നൊക്കെ അറിയാം. അവിടുന്ന് തന്നെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഒരു ദേവദാസൻ പ്രാർത്ഥിച്ചെന്നൊരു രാത്രിയിൽ പിശാചിനോട് പറയുകയാണ്, ചാക്കോച്ചായൻ്റെ പട്ടിയെ അഴിച്ചു വിടുന്നതിന് മുമ്പ് ദുരാത്മാവെ നീ വിട്ടുപോകാനാണ് ഞാൻ പറയുന്നത്. ദുരാത്മാവിന് വല്ലതും ചാക്കോച്ചായൻ്റെ പട്ടിയുമായിട്ട് വല്ല ബന്ധമുണ്ടോ? അത് പുള്ളി അങ്ങനെ പറയാൻ കാര്യം, ഇത് നടന്ന കാര്യം കേട്ടോ, പറയാൻ കാര്യമുണ്ട്. 7:30 തുടങ്ങിയതാണ്, ഇത് വിട്ടുപോകുന്നില്ല. അപ്പം ചാക്കോച്ചായൻ്റെ വീടിൻ്റെ വാതിൽക്കൽ കൂടെ വേണം ഇദ്ദേഹത്തിന് പോകാൻ. ചാക്കോച്ചായൻ 9:15 പട്ടി അഴിച്ചു വിടും. ആ വഴിക്കൂടെ ഇദ്ദേഹത്തിന് പോകാൻ പറ്റുള്ളൂ. സാഗി കെട്ടപ്പം പിശാചിനോട് പറഞ്ഞു, ചാക്കോച്ചായൻ്റെ പട്ടി അഴിച്ചു വിടുന്നതിന് മുമ്പ്. ശരിക്കും പറഞ്ഞാൽ ആ കേസുമായിട്ടൊന്നും പിശാചിന് ഒരു പങ്കും തന്നെയല്ല. ഈ പണ്ടൊക്കെ പുള്ളിക്ക് പണിയില്ലായിരുന്ന കാലത്ത് ഇങ്ങനെയുള്ള പട്ടിക്കേസൊക്കെ എടുക്കുക. ഇപ്പം അങ്ങനെയുള്ള കേസേ പുള്ളി എടുക്കുന്നില്ല. പുള്ളി ഇന്റർനാഷണൽ ലെവലിലേക്ക് മാറിയില്ലേ? ഹല്ലേലൂയ. അപ്പം ഞാൻ പറയുന്നത്, നമുക്ക് ആകെയും പോവുകയും കുറ്റം പറയാൻ അങ്ങനെ ഒരു പുള്ളി കിടപ്പ്. ഞാൻ പറയുന്നത്, എനിക്കും മനസ്സിലാകാത്തൊരു കാര്യമായിട്ട്, ഈ പിശാചിനെ വെച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മളെന്തിനാ ഈ പിശാചിനെ കുറിച്ച് ഒരുപാട് പറയുന്നത്? നമുക്ക് പറയാനുള്ളത് നമ്മുടെ വീണ്ടെടുപ്പുകാരനെ കുറിച്ചല്ലേ? നിങ്ങളുടെ അധ്യക്ഷൻ ഇവിടെ നിന്ന് പറഞ്ഞത് മുഴുവൻ പോസിറ്റീവായ കാര്യങ്ങളല്ലേ? നമ്മൾ അതല്ലേ കേൾക്കേണ്ടത്? നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമല്ലേ? ആമേൻ. നമ്മൾ ലോകത്തെ ജയിച്ചവന്റെ സന്തതികളല്ലേ? അതിന്റെ ഒരു തന്റെ ഇടം കാണിക്കേണ്ട യോഗത്തിനകത്ത്. ഹല്ലേലൂയ. ആമേൻ. പോരാട്ടമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആർക്കാ പോരാട്ടം? പിശാചിന് നമ്മളോടല്ല പോരാട്ടം. ബൈബിൾ പഠിച്ചാൽ നമുക്ക് പിശാചിനോടാ പോരാട്ടം. അങ്ങനെയല്ലേ ലേഖനം? പൗലോസ് എന്താ പറഞ്ഞത്? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളോടും. അവനിങ്ങനെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റി നടക്കുന്നതേ ഉള്ളൂ. എന്നാൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ മുൻപിൽ, നിന്റെ മേൽ കത്തുന്ന കൃപയുടെ ജ്വലനത്തിന്റെ മുൻപിൽ ഒരു പോരിനും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ ആ ഭാഗമെല്ലാം വിടുന്നു. ആമേൻ. അപ്പോ വെളിപ്പാടിന്റെ ആത്മാവെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തൊടാൻ സമയമില്ല.
2 മണി വരെയൊക്കെ സമയം പറഞ്ഞു തോന്നുന്നല്ലേ. എനിവേ, ഒറ്റ വാക്കെന്ന് പറയാം. എന്താ ഈ വെളിപ്പാട്? എന്നേക്കാൾ ഈ ബൈബിള് ഈ റെഫറൻസ് കാണാതെ പറയുന്നത്, എനിക്ക് 4-5 ദിവസം ശിഷ്യത്വം സ്വീകരിച്ചാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. പക്ഷേ സമയമില്ല. എറണാകുളത്ത് നിന്ന് ഇവിടെ വരെ വന്ന് ശിഷ്യത്വം സ്വീകരിക്കാനുള്ള ആംബിയറും ഇല്ല. ഇങ്ങനെ കാണാതെ പറയാനേ, കൺകോർഡൻസ് കാണാതെ പറയാൻ അതൊരു സാധാരണ കൃപയല്ല. അദ്ദേഹത്തെ പോലെ എനിക്കത് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ റെഫറൻസ് പറയാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ഡെഫിനിഷൻ അദ്ദേഹത്തിന് അറിയാം. എന്താ വെളിപ്പാട്? നമ്മൾ ചിലരെക്കുറിച്ച് പുള്ളിക്ക് ഭയങ്കര വെളിപ്പാടാകട്ടോ, ആ സഹോദരിക്ക് എന്നോ വെളിപ്പാടാ. ഈ സഭാ ശുശ്രൂഷകനായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. ചിലർ പറയാറുണ്ട്, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വെളിപ്പാട് കണ്ടത്, ആന കുത്താനായിട്ട് വരുന്നു. അത് വെളിപ്പാടാണോ? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. വേദപുസ്തകമാണല്ലോ നമ്മുടെ എല്ലാ ആശയങ്ങളുടെ അടിത്തറ. നമ്മുടെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത് ബൈബിളാണ്. അതിന് പുറത്ത് ആരെന്തോ പറഞ്ഞെന്ന് പറഞ്ഞാലും ആമേൻ പറയരുതെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. നമ്മളെന്തിനാ പുസ്തകം വിട്ട് കളിക്കുന്നത്? എന്താ വെളിപ്പാട്? ആന കുത്താൻ വരുന്നത് പറഞ്ഞപ്പോൾ നമ്മുടെ ആളുകൾ അതിന് ആമേൻ പറയൂ, ആന കുത്താൻ വന്നല്ലേ. അപ്പം സ്ഥലം സഭയിലെ ഇതൊരു റിയാലിറ്റി ഇപ്പം പറയുന്നത്. ഞാൻ വെളിപ്പാടിൻ്റെ നിർവചനം പറയാം. ഈ സ്ഥലം സഭയിലെ പാസ്റ്ററോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു. അപ്പോൾ പാസ്റ്റർക്കും ഇത് സംബന്ധിച്ച് വലിയ ഗ്രാഹ്യമുള്ള ആളല്ല. ആ പാസ്റ്റർ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. അത്രയല്ലേ ഒരു സാധാരണ പാസ്റ്റർക്ക് അതിൽ കൂടുതൽ പറയാൻ പറ്റില്ല. പ്രാർത്ഥിക്കാം സിസ്റ്റർ. പക്ഷേ ആ സിസ്റ്റർക്ക് താല്പര്യമില്ല. കാരണം ഇങ്ങനെയുള്ള ആനക്കേസൊക്കെ കൈകാര്യം ചെയ്യുന്ന ചൊവ്വാഴ്ച 10 മണി മുതൽ 1 മണി വരെ അങ്ങനെയുള്ള ചില ക്ലിനിക്കുകളുണ്ട് നമ്മുടെ ഇടയിൽ. തിരുവനന്തപുരത്ത് കൂടുതലാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. അവരിങ്ങനെ ഇരിക്കുകയാണ്, വേറെ ഒരു പണിയില്ല. ഇങ്ങനെ ആനക്കേസ്, പട്ടിക്കേസ്, ചേനക്കേസ്, ഇതെല്ലാം അവരുടെ അടുത്താണ് ചെല്ലുന്നത്. കാരണം സ്ഥലം സഭയിലെ പാസ്റ്റർക്ക് അത് പറയാനുള്ള കൃപയില്ല. അങ്ങനെ ബായിയൊക്കെ തോളെ തൂക്കിയിട്ട് ചർച്ചിൽ 5 രൂപ കൊടുക്കത്തില്ല. അവിടെ കൊണ്ടുപോയി 1500-2000 കൊടുക്കും. അങ്ങനെ ഞാൻ എറണാകുളത്തെ കാര്യം ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ ചെന്നപ്പം പുള്ളിയാണ് ഒരു കേസ് കിട്ടിയ സന്തോഷത്തിൽ എന്താ വന്ന്, ഞാനിങ്ങനെ ഒരു കാഴ്ച കണ്ടു, വെളിപ്പാട് കണ്ടു, ഒരു ആന കുത്താൻ വരും. പിന്നെ അവർക്ക് പെട്ടെന്ന് മറുപടി. അതിനെ ശാസിക്കുന്ന മലയാളം നമുക്കറിയാം. എനിക്ക് തോന്നുന്നു, അതാ ഞാൻ പറഞ്ഞ പിശാചിനെ പുകഴ്ത്തരുത്. പോരുകളും അതിൻ്റെ അടവുകളും അതിൻ്റെ വാതികെട്ടുകളും അതിൻ്റെ ചില വെല്ലുവിളികളും അതിൻ്റെ ചില വെച്ചുകെട്ടലുകളും. എന്നെ മലയാളം വന്ന ഇത് പിശാച് പോലും അത്ഭുതപ്പെടോ, ഞാൻ ഇത്രയും കെട്ടിയില്ലല്ലോ. കാരണം എനിക്ക് 100 കേസ് കാട്ടാക്കടയിലും പാറശാലയിലും കോട്ടയത്തും ഒക്കെ ആയിട്ട് കിടക്കുമ്പോൾ എനിക്ക് ഇത്രയും സമയമെടുത്ത് ഇത്രയും കേട്ടോ. പുള്ളി തലയെ കൈവെക്കുക, പിശാച് ഇത് കേട്ട്. അപ്പം നമ്മുടെ ആളുകൾക്ക് ഇത് കേൾക്കുമ്പോഴേ രക്തം ക്ഷയം, അവരങ്ങ് വശം കെടുക. പോട്ടെ, അതൊന്നും അഭിനയിക്കാൻ എനിക്ക് അറിയത്തില്ല. നമ്മളിത് ചിലത് കണ്ടിട്ടുണ്ട്. ശാസിച്ചു പ്രാർത്ഥിച്ചും കുഴപ്പമൊന്നുമില്ല. ദൈനമായിട്ട് 2000 രൂപയും കവറിനകത്തിട്ട് കൊടുത്ത് ചർച്ചിൽ ഒരു പിരിവിന് ഒരു പൈസ കൊടുക്കുന്ന പാർട്ടിയല്ല. സന്തോഷമായി പോയി. അപ്പോൾ പാസ്റ്റർ ഈ വിവരം പറഞ്ഞു. പാസ്റ്റർ ചോദിച്ചു, എങ്ങനെയുണ്ട് ഇപ്പം? ഞാൻ ഈ വിഷയത്തിന് വേണ്ടി അവിടെ പോയ കാര്യം പറഞ്ഞില്ല, പ്രത്യേകം പ്രാർത്ഥിച്ചു പാസ്റ്ററെ, ഒന്നും സംഭവിക്കുകയില്ലെന്നാണ് എന്നോട് ദൈവാത്മാവ് പറഞ്ഞത്. അപ്പോൾ പോയ കാര്യം പറഞ്ഞില്ല. അപ്പോൾ പാസ്റ്റർ പാവപ്പെട്ടവനാണെങ്കിലും പാസ്റ്റർ ഭയങ്കര ബുദ്ധിമാനായിരുന്നു. അപ്പോൾ പാസ്റ്റർ ഇതിന് മറുപടി പറയുകയാണ്. ഈ സിസ്റ്റർ 6ാം നിലയിലാണ് താമസിക്കുന്നത്. ഒരു അപ്പാർട്ട്മെൻറ്റിലെ 6th ഫ്ലോറിലാണ് താമസിക്കുന്നത്. പാസ്റ്റർ പറഞ്ഞു, സിസ്റ്ററെ, എന്തായാലും കുത്താൻ വന്ന ആന ലിഫ്റ്റ് കയറി 6ാം നില വരികയില്ല. പാസ്റ്റർ അങ്ങനെയുള്ളവരും നമുക്ക് വേണം കേട്ടോ. ആ പുള്ളി കയറി അന്തം. കാരണം അല്ലെങ്കിൽ ലിഫ്റ്റ് മാറണം. ആനയ്ക്ക് പറ്റിയ ലിഫ്റ്റ് വല്ലതും ഉണ്ടോ കേരളത്തിൽ? ലോകത്തിലെങ്ങും കാണത്തില്ല. പാസ്റ്റർ കഷ്ടിച്ച് രക്ഷപ്പെട്ടെന്ന് ഞാൻ പറയുക. ഇതിനെയൊക്കെ വെളിപ്പാടെന്ന് പറയുക, എന്നിട്ട് കരയുകയായിരുന്നു. നോ, അതല്ല വെളിപ്പാട്. അങ്ങനെയൊന്നും വെളിപ്പാടിനെ തെറ്റായി ദുർവ്യാഖ്യാനം ചെയ്യരുത്. ഒറ്റ വാക്ക് പറഞ്ഞ് ആ ഭാഗം വിടുക. നമ്മുടെ അറിവിനും നമ്മുടെ ധാരണയ്ക്കും അപ്പുറത്തുള്ള യാഥാർത്ഥ്യ
യാഥാർത്ഥ്യമാണ് ബൈബിൾ വെളിച്ചത്തിൽ വെളിപ്പാട്. നമ്മുടെ അറിവിനും നമ്മുടെ ധാരണയ്ക്കും അപ്പുറത്തുള്ള യാഥാർത്ഥ്യം, തെളിവ്. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഓരോ തെളിവ് പറയും. നമ്മുടെ ആശയങ്ങൾക്ക് തെളിവ് വേണം. മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ കയ്യിലുണ്ടായിരുന്ന കൽപ്പലക എറിഞ്ഞു പൊട്ടിച്ചു. മോശയ്ക്ക് കോപം ജ്വലിച്ചെന്ന് എഴുതിയിരിക്കുന്നു അല്ലേ? അതെ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, മോശയുടെ സഭയിലെ ഒരു വിശ്വാസി ഇത് കണ്ടെന്നിരിക്കട്ടെ. മോശ കോപിക്കുന്നതും കൽപ്പലക എറിഞ്ഞു പൊട്ടിക്കുന്നതും ഒരു വിശ്വാസി കണ്ടെന്നിരിക്കട്ടെ. നമ്മുടെ ആളുകൾ ചോദിക്കുന്നത് പോലെ ആ വിശ്വാസിയോട് നമ്മൾ ചോദിക്കും, എങ്ങനെയുണ്ട് നിങ്ങളുടെ ദൈവദാസൻ? നമ്മുടെ ഇടയിൽ ഒരു ചോദ്യമാണ്, എങ്ങനെയുണ്ട് നിങ്ങളുടെ പാസ്റ്റർ? എവിടെ തുടങ്ങും ആ വിശ്വാസി? ഞാനാണെങ്കിൽ ഞാൻ തുടങ്ങുന്ന ഞാൻ പറയാം, ഞങ്ങളുടെ ദൈവദാസനെ കുറിച്ചാണ് പറഞ്ഞത്. 40 ദിവസമൊക്കെ ഉണ്ടല്ലോ, പർവ്വതത്തിൽ കയറിപ്പോയാൽ വെള്ളം പോലും കുടിക്കാതെ ഉപവസിക്കും. ഇതുപോലെ ഉപവസിക്കുന്ന ഒരു ദൈവദാസനെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ പ്രശംസിച്ചങ്ങോട്ട് തുടങ്ങി ഒരു ദീർഘശ്വാസം വിട്ടിട്ട് ഞാനതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് കിടക്കും. ശ്വാസമൊക്കെ വിട്ടിട്ട് ഞാൻ പറയും, പിന്നെ ഒരു കാര്യം ബ്രദറെ പറയാതിരിക്കാൻ പറ്റത്തില്ല, ഞങ്ങളുടെ ദൈവദാസൻ്റെ കയ്യിൽ ഒരു സാധനം കൊടുക്കാനൊക്കത്തില്ല. എന്തോ കിട്ടിയാലും പുള്ളി എറിഞ്ഞു പൊട്ടിക്കും. ഇതുപോലെ കോപമുള്ള ഒരു, കാരണം പുള്ളി കണ്ടല്ലോ, നേരിട്ട് ഞാൻ കണ്ടല്ലോ കോപിക്കുന്നു, അപ്പം എനിക്ക് പറയരുത്. ഇതുപോലെ കോപമുള്ള ഒരാളിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇതല്ലേ വാട്സാപ്പിൽ വരൂ, ഇതല്ലേ വൈറലാവൂ? മോശ കോപിക്കുന്ന ഫോട്ടോ, മോശ എറിഞ്ഞു പൊട്ടിക്കുന്ന ഫോട്ടോ, പിന്നെ പൊട്ടിപ്പോയ പീസുകൾ പെറുക്കി അടുക്കുന്ന ഫോട്ടോ, അത് വെച്ച അലക്കുന്നത്, അങ്ങനെ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇടയിൽ. ഞാൻ പിന്നെ ഇതിൻ്റെ പുറകെ പോകത്തില്ല. ഈ ജനുവരിയിൽ നമുക്കെതിരെ നല്ല ഒരു സാധനമൊക്കെ ഇറങ്ങി, ഒരു ചർച്ചിൻ്റെ യൂത്ത് മീഡിയയാണ് ഇറക്കി. നമ്മളൊന്നിനും എൻ്റെ കുടുംബത്തെ, എൻ്റെ കുഞ്ഞുങ്ങളെ ഒക്കെ പരമാവധി ആക്ഷേപിച്ചുകൊണ്ട് മറുപടി പറയില്ല നമ്മൾ. കാരണം നമ്മൾ മറുപടി പറഞ്ഞാൽ സ്വർഗം മിണ്ടാതിരിക്കും, നമ്മൾ മിണ്ടാതിരുന്നാൽ സ്വർഗം നമുക്ക് വേണ്ടി മിണ്ടും. ഇതുവരെ അത് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു ഉപദേശിയാണ് ഞാൻ. ആ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റിന് എൻ്റെ ഒരു സുഹൃത്ത് ഒരു തുറന്ന കത്തൊക്കെ അയച്ചു, പക്ഷെ മറുപടി ഒന്നും കിട്ടിയില്ല. എനിവേ പോട്ടെ. അപ്പോൾ അതേ വൈറലാവുകയുള്ളൂ അല്ലേ? ആ വാർത്ത മോശ അറിഞ്ഞാൽ എന്തൊരു മനപ്രയാസം അദ്ദേഹത്തിനുണ്ടാവും, എന്ത് സങ്കടം ഉണ്ടാവും. എന്നാൽ ഒരല്പം മാറി നിന്നിട്ട് എന്നോട് ചോദിച്ച ആ ആൾ ദൈവത്തോട് ചോദിക്കണം, ഈ കേട്ടത്, ഈ മോശയെക്കുറിച്ച് ഈ കേട്ടത് ശരിയാണോ? മോശ എറിഞ്ഞു പൊട്ടിക്കുന്നയാളാണെന്ന് കേട്ടു, മോശ ഭയങ്കര കോപിഷ്ഠനാണെന്ന് കേട്ടു. ദൈവത്തോട് ചോദിക്കണം, ദൈവമേ ഇത് ശരിയാണോ ഈ കേൾവി? ദൈവം എന്തു പറയും? സംഖ്യ 12 എൻ്റെ ദാസനായ മോശയെ പോലെ ഭൂതലത്തിൽ സൗമ്യനായ ഒരാൾ വേറെ ഇല്ല. അപ്പൊ യാഥാർത്ഥ്യം എവിടെ കിടക്കുന്നു? ശ്രദ്ധിച്ചേക്കാൻ. അറിവ് എവിടെ കിടക്കുന്നു? നമ്മുടെ ധാരണ എവിടെ കിടക്കുന്നു? നമ്മുടെ കാഴ്ചപ്പാട് എവിടെ കിടക്കുന്നു? അതും വേണ്ടി എഴുതി ചേർക്കാം. നമ്മുടെ അറിവിനും നമ്മുടെ ധാരണയ്ക്കും കാഴ്ചപ്പാടിനും. കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ കാഴ്ചയിലൂടെ ലഭിക്കുന്ന അവബോധത്തെയാണ് ഭാഷാശാസ്ത്രം അനുസരിച്ച് കാഴ്ചപ്പാടെന്ന് പറയുന്നത്. കാഴ്ചയിലൂടെ എനിക്കുണ്ടാകുന്ന അവബോധം. അപ്പൊ കാഴ്ചപ്പാടിനും എല്ലാം അപ്പുറമാണ് വെളിപ്പാട്. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവം നിങ്ങളിൽ ഒരാളെ കാണുന്നത് പോലെ എനിക്ക് നിങ്ങളെ കാണാൻ കഴിഞ്ഞാൽ ഞാൻ വെളിപ്പാടുള്ള ആളാണെന്ന് പറയാം. ദൈവം, ഞാൻ കേട്ടെ, ഈ 66 പുസ്തകങ്ങളിലെ 31,173 വാക്യവും ദൈവത്തിൻ്റെതാണ്. ഇതിനകത്തെ മുഴുവൻ പ്രസംഗങ്ങളും ദൈവത്തിൻ്റെതാണ്. എനിക്ക് ഈ സഹോദരനോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്നേഹം, അദ്ദേഹം ഇത്ര പ്രസിദ്ധനാണെന്നോ നോ അതിനൊന്നുമല്ല, ഈ തിരുവെഴുത്തിനോട് അദ്ദേഹം കാണിക്കുന്ന നീതി ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ഇതിനകത്തെ മുഴുവൻ പ്രസംഗവും ദൈവത്തിൻ്റെതാ. അപ്പൊ ദൈവം ഈ വചനങ്ങളെ എങ്ങനെയാണോ ജനത്തിന് കൈമാറാൻ ഇച്ഛിക്കുന്നത്
അത് അതുപോലെ ദൈവത്തിൽ നേറ്റെടുത്ത് ജനത്തിന് പങ്കിടുമ്പോഴാണ് അത് വെളിപ്പാടിന്റെ ശുശ്രൂഷയായി മാറുന്നത്. ആമേൻ. അതാണ് വെളിപ്പാട്. അല്ലാതെ നമുക്ക് അറിവുള്ളതും നമ്മുടെ കാഴ്ചപ്പാടും നമുക്ക് ലഭിച്ച ബോധ്യവും വെച്ചുള്ള വിലയിരുത്തലുകളെ, കാഴ്ചകളെ വെളിപ്പാടെന്ന് വിളിക്കരുത്. പുതിയ നിയമത്തിലെ ഒരു ചിന്ത കൂടെ പറയാം, എന്നിട്ട് ആ വെളിപ്പാടിന്റെ ഭാഗത്ത് നിന്ന് വിടാം. യേശു ചോദിച്ചു, ഈ പുരുഷാരം എന്നെക്കുറിച്ച് എന്തു പറയുന്നു? ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ച് പുരുഷാരം പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ചിലർ പറഞ്ഞു യേശു ഏലിയാവാണ്, ചിലർ പറഞ്ഞു യിരെമ്യാവാണ്, ചിലർ പറഞ്ഞു പ്രവാചകന്മാരിൽ ആരോ ഒരുവനാണ് എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയില്ല, ആരോ ആണെന്ന അഭിപ്രായം, അവർക്ക് ലഭിച്ച അറിവ് വെച്ചുള്ള അഭിപ്രായമാണ്. എന്നാൽ യേശു തിരിഞ്ഞ ശിഷ്യന്മാരോട് ചോദിച്ചു, പൊതുജനത്തിൻ്റെ അറിവും കാഴ്ചപ്പാടും ബോധ്യവുമൊക്കെ അവിടെ ഇരിക്കട്ടെ, നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? പന്തിരുവരിൽ പ്രധാനിയായ പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഞാൻ അറിയുന്നു. ശ്രദ്ധിക്കണം, ഞാൻ അറിയുന്നു, ആ പദമാണ് പറഞ്ഞത്. പക്ഷേ കർത്താവ് ആ അറിവെന്നുള്ള പദത്തിന് അപ്പുറം ചാടി. കർത്താവ് പറയും, ബെറിയോന ശിമോനെ, നിനക്കിത് വെളിപ്പെടുത്തി തന്നത് എന്ന് പറഞ്ഞ യേശു പറഞ്ഞത് എന്താണ്? ശിമോൻ, നീ പറഞ്ഞത് നിന്റെ അറിവാണെങ്കിൽ, പക്ഷെ അതല്ല കുഞ്ഞെ, നീ അറിവെന്ന് തോന്നി പറഞ്ഞതല്ല, ഇത് വെളിപ്പാടാ. സ്വർഗസ്ഥനായ എൻ്റെ പിതാവാ നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. കണ്ടോ കണ്ടോ? അപ്പോ ദൈവം ഒരു വ്യക്തിയെ, ഒരു സഭയെ, ഒരു കോൺഗ്രിഗേഷനെ, ഒരു ദൈവ പൈതലിനെ എങ്ങനെ കാണുന്നു, അങ്ങനെ കാണാനുള്ള കഴിവ് ഒരു വ്യക്തിക്കുണ്ടായാൽ, ഒരു സഹോദരിക്കുണ്ടായാൽ, ഒരു അഭിഷക്തനുണ്ടായാൽ നിസ്സംശയം പറയാം, ആ വ്യക്തി വെളിപ്പാടുള്ള ആളാണ്. പൗലോസ് പ്രാർത്ഥിച്ചു വരുന്നത് അതാണ്, വെളിപ്പാടിന്റെ ആത്മാവിനെ ദൈവസഭയ്ക്ക് വേണം. ഇപ്രാവശ്യത്തെ നമ്മുടെ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ കൈകൊട്ടാനും അന്യഭാഷ പറയാനും ആത്മാവിൽ ആരാധിക്കാനുമുള്ള ആ കൃപയുടെ തലത്തിൽ നിന്ന് വെളിപ്പാടിന്റെ തലത്തിലേക്ക് ദൈവസഭ ഒരു പടി കൂടെ കടന്ന് കയറണമെന്ന് ഇന്ന് പകൽ ഈ വചനത്തിലൂടെ ദൈവാത്മാവ് പറയുമ്പോൾ, കർത്താവേ, എന്നെ ആ വെളിപ്പാടിന്റെ തലത്തിലേക്കൊന്ന് കൈപിടിച്ചുയർത്തണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് പറഞ്ഞാൽ, പൗലോസിന്റെയൊക്കെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു, സഭയ്ക്ക് വെളിപ്പാടിന്റെ ആത്മാവിനെ വേണം, ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് വെളിയാലുള്ള ആശ അറിയണം, അവന്റെ മഹിമാധനം ഇന്നതെന്നറിയണം, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എനിക്കതൊന്നും പറയാൻ അറിയില്ല, എനിക്കതൊന്നും പ്രസംഗിക്കാനും അറിയില്ല. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ, അറിഞ്ഞിട്ടുണ്ടോ? ഇത്രയും കാലമായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. അളവറ്റ വലിപ്പം ഇന്നതെന്നറിയണമെന്ന ആ ലെവലിലേക്കൊക്കെ ഒരു സഭ വന്നാൽ എന്താ അല്ലേ? നമുക്ക് വിശ്വസിക്കാം, നമുക്ക് വിശ്വസിക്കാമെന്നേ. വിശ്വാസമില്ലേ? അത് അറിയണമെന്ന് പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ അത് അറിയാൻ പറ്റുമെന്നല്ലേ അതിന്റെ അർത്ഥം? ആ ശക്തിയുടെ അളവ്, ശരിക്കും പറഞ്ഞാൽ ഹൈപ്പർബലോൺ എന്നൊരു പദമാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലുപ്പം എന്നുള്ള നീണ്ട വാചകത്തിന് ഒറ്റ പദമേ ഉള്ളൂ ഗ്രീക്കിൽ, ഹൈപ്പർബലോൺ. 5 ഫങ്ഷൻസ് ചേരുന്ന, ഞാൻ അങ്ങോട്ട് കിടക്കുന്നത്, 5 ഫങ്ഷൻസ് ചേരുന്നതാണ് ഈ അളവറ്റ വലുപ്പം എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യാപ്തി, അർത്ഥവ്യാപ്തി ഇന്ന് വരെ ആർക്കും അളക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് പകൽ ഇതിനകത്ത് ആ ശക്തി വ്യാപരിച്ചാലുണ്ടല്ലോ, നമ്മൾ ആൾ മാറും. ഇന്ന് പകൽ ആ ശക്തി ഇതിനകത്ത് വ്യാപരിച്ചാൽ ഈ പട്ടണത്തിന്റെ അധിപതി ഇളകും, വെച്ചു പൂജ ശക്തികൾ കുമ്പിടും, അന്യാരാധന ബന്ധനങ്ങൾ പൊട്ടി മാറും, മനുഷ്യ ദൈവങ്ങളുടെ ആധിപത്യം തകരും, രക്തത്താൽ ജയം. അത് വിശ്വസിക്കുന്നുണ്ടോ? ശക്തിയുടെ അളവറ്റ വലുപ്പം. അപ്പൊ എന്താ അല്ലേ?
നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ കഴിവുള്ളിടത്തോളം ആത്മീയ കാര്യങ്ങൾ അധികം ചേർക്കണം. ബാക്കി പുറകെ വന്നോളും. എൻ്റെ അനുഭവം ഞാൻ പറയട്ടെ. ഞാനൊരു വീടിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള ആളല്ല. ഞാനൊരു വണ്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള ആളല്ല. എൻ്റെ അനുഭവം ഞാൻ പറയാം. ഞാനൊരു വീടിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല, വണ്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. ആകെ 6 മാസം PDCക്ക് പോയൊരു ഉപദേശം. കാരണം നല്ലപോലെ പഠിക്കുന്നവർക്ക് 6 മാസം പഠിച്ചാൽ മതി. 6 മാസം കൊണ്ട് PDC ഞാൻ കംപ്ലീറ്റ്. പിന്നെ പല കോഴ്സിനൊക്കെ പോയി, ഒന്നും വിജയിച്ചില്ല. അങ്ങനെ പൊട്ടി തകർന്ന് നിൽക്കുമ്പോഴാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ മകനും കൂടി ആയിരുന്നപ്പോൾ വഴിമുട്ടി നിന്ന സന്ദർഭത്തിൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥന ചർച്ചിൽ നടന്നു വരവെയാണ് കർത്താവിൻ്റെ വിളി എനിക്കുണ്ടാകുന്നത്. പൊട്ടി നിന്ന കാലത്ത് വിളി കേട്ടിറങ്ങിയവരെ സംശയിക്കുന്ന പോലെ എന്നെ സംശയിക്കരുത്. പൊട്ടിയിട്ട് വേറെ എന്ന് ചില പറയാം, എന്നാ ഇനിയെങ്കിലും നീ ബൈബിൾ സ്കൂളിൽ പോടാ. അങ്ങനെ പോയതല്ല. കൃത്യമായ വിളി എൻ്റെ അകത്ത് മുഴങ്ങിയിട്ട് ഇറങ്ങിയതാ. അല്ലെങ്കിൽ ഇത്രയും കാലമൊക്കെ നിൽക്കാൻ പറ്റുമോ ഇതിനകത്ത്? സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ദൈവമക്കളെ അങ്ങനെ കേട്ടിറങ്ങിയതാ. അതുകൊണ്ട് ഞാൻ ദൈവമക്കളോട് പറയുക, ഞാൻ ഇതിനു വേണ്ടി ഒന്നും പ്രാർത്ഥിച്ചില്ല, പക്ഷെ ഇതെല്ലാം ദൈവം എനിക്ക് തന്നെന്ന്. അത് അപ്പൻ്റെ ബാധ്യതയാണെന്ന്. അയ്യോ, നിങ്ങൾ ഈ അപ്പനെ കുറിച്ച് എന്താ കരുതിയത്? ഒരു കാക്ക കുഞ്ഞ് കരയുമ്പോ, അപ്പാ ഈ രാത്രി ഈ പകൽ ഞങ്ങൾ അങ്ങനെ ഇവിടെ ഉയർത്തുകയാണ്. ഒരു കാക്ക കുഞ്ഞ് കരയുമ്പോ, കാക്കക്കുഞ്ഞിന്റെ കൂട്ടായ്മ നോക്കിയാണോ അപ്പൻ കരം ചലിപ്പിക്കുന്നത്? കാക്കക്കുഞ്ഞിന്റെ സഭ നോക്കിയാണോ അപ്പൻ കരം ചലിപ്പിക്കുന്നത്? അവന്റെ സൃഷ്ടിയിൽപ്പെട്ട ഒരു കാക്കക്കുഞ്ഞ് കരയുമ്പോ അതെന്തിനാണ് കരയുന്നതെന്നറിഞ്ഞ് അതിന്റെ തീനെത്തിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുന്ന ഒരു സ്വർഗം ഉയരത്തിലുണ്ടെങ്കിൽ, ഇന്ന് പകൽ കരയുന്ന ദൈവവൈതലേ, പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, ആ വിഷയം നീ തമ്പുരാനോട് പറഞ്ഞില്ലെങ്കിലും, യെസ്, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവം അത് ചെയ്യും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാൽ, ഞാൻ അർഹിക്കാത്തതൊക്കെ ദൈവം എനിക്ക് തന്നു. ഞാൻ ചോദിക്കാത്തതൊക്കെ ദൈവം എനിക്ക് തന്നു. അത് ഈ അപ്പൻ്റെ ഒരു ഇടപാടാണ്. ഞാൻ അപ്പനെക്കുറിച്ച് വിശദീകരിക്കാൻ പോയിരുന്നത് ഞാൻ ആ വഴിക്ക് അങ്ങ് പോയനെ. എനിക്ക് ഭയങ്കര, കാരണം ആ മുടിയമ്പുത്രൻ വസ്ത്രം ചോദിച്ചില്ല, ഷൂ ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. എന്നെ ഒരു വേലക്കാരനാക്കി കണ്ടാൽ മതിയെന്ന് പറയാൻ ആ കക്ഷി വന്ന്, അത് പറഞ്ഞുമില്ല. പക്ഷെ അപ്പൻ, എനിക്കത് ഇപ്പോഴും അത്ഭുതമാണ്. ഇവൻ്റെ കാലിന് പറ്റിയ ഷൂ അപ്പൻ മേടിച്ചു വെച്ചെന്ന് പറയുമ്പോൾ, ഇപ്പം ഇവൻ്റെ കാല് വളരുന്നത് കൂടിപ്പോയ ഇത്ര കാലം കൊണ്ട് എത്രമാത്രം വളരുമെന്ന് വരെ ഈ അപ്പൻ അത് കെണിച്ചു വെച്ചിട്ട്, എന്തായാലും ചേട്ടനിട്ട് തേഞ്ഞ ചെരുപ്പൊന്നുമല്ല അപ്പൻ കൊടുത്തത്. നോ 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 നോ, അവൻ നിനക്ക് തന്നാൽ ആരെങ്കിലും ഉപയോഗിച്ച് പഴകിയതല്ല അവൻ നിനക്ക് തന്നത്. പുതിയത്, പുതിയത്. അത് തുടക്കത്തിൽ നമ്മൾ കേട്ടു, ദൈവം പുതിയത് തരും. പുതിയതിന്റെ ചില കൈമാറ്റങ്ങൾ, പുതിയതിന്റെ ചില കൈമാറ്റങ്ങൾ ഇന്ന് പകൽ ഇതിനകത്ത് നടക്കും. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ഞാനേ ഈ ചെരുപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത പറഞ്ഞോട്ടെ. എനിക്കറിയത്തില്ല, എനിക്കിങ്ങനെ ഈ പൊളിച്ചു പെറുക്കി പറയാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം അടുത്ത കാലത്തൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. പരിശുദ്ധാത്മാവിന് നന്ദി പറയുക. അതിൽ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ചെരുപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഇസ്രായേൽ മക്കള് മിസ്രൈമിൽ നിന്ന് പോന്നപ്പോൾ അവരെ തഹശുതോല് കൊണ്ടുവന്നായിരുന്നു. പുറപ്പാട് 25 നമ്മൾ വായിച്ചാൽ, എനിക്കൊന്ന്, ഞാനത് എവിടെയോ UAE റീജിയൻ കൺവെൻഷന്, IPCയുടെ റീജിയൻ കൺവെൻഷൻ ഞാനിത് പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ദേവദാസൻ അവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ. അവിടെ ഞാൻ 2 വർഷം മുമ്പ് ഇത് പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ചെരുപ്പിൻ്റെ കാര്യം പറഞ്ഞു. ഈ തഹശുതോൽ എന്ന് പറയുന്നത് ഈജിപ്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു മൃഗത്തിൻ്റെ തോലാണ്. വെള്ളത്തിലും കരയിലും ഒരുപോലെ ജീവിക്കുന്ന സീൽ എന്ന് പറയുന്ന മൃഗത്തിൻ്റെ തോലാണ് തഹശുതോൽ. പക്ഷെ പുറപ്പാട് 25 വായിക്കുമ്പോൾ ദൈവം തമ്പുരാൻ പറയുകയാണെന്ന്, എല്ലാവരുടെയും കയ്യിൽ നീ തഹശുതോൽ ഉൾപ്പെടെ നീലനൂല്, ചുവപ്പ് നൂല്, പഞ്ഞിനൂല് നിങ്ങൾ എൻ്റെ അടുക്ക് കൊണ്ടുവരണം. എന്നിട്ട് ദൈവം തമ്പുരാൻ തുടക്കത്തിൽ പറയുന്നുണ്ട്, മനസ്സോടെ തരുന്ന ഏവരോടും വാങ്ങണം.
അതൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. അവിടെ ഒരു പദം കൂടെ ഉണ്ട്, നല്ല മനസ്സോടെ. അത് ദൈവം കൂട്ടിച്ചേർത്ത്. മനസ്സോടെ തരുന്നവരുടെ ഒന്നും മേടിക്കണ്ട, നല്ല മനസ്സോടെ തരുന്നുണ്ട്, ഇത് വാങ്ങണം. അപ്പോൾ എല്ലാവരും തഹശുദോല് കൊണ്ടു കൊടുത്തു, തഹശുദോല് കൊണ്ടു കൊടുത്തു. ഇസ്രായേൽ മക്കളും മിസ്രൈമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദൈവത്തിന് ഇതിങ്ങനെ കൊടുക്കണമെന്ന് ഉള്ള ചിന്ത അവർക്കില്ല. അവരോട് ഇതൊട്ട് പറഞ്ഞിട്ടുമില്ല. ദൈവം എന്തിനാ തഹശുദോല് ആവശ്യപ്പെട്ടതെന്ന് വചനം അറിയാവുന്നവർക്കറിയാം. സമാഗമന കൂടാരത്തിന് മൂടുവിരി ഉണ്ടാക്കാനാണ് ദൈവം തഹശുദോല് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഈ തഹശുദോല് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ കയ്യിൽ തഹശുദോലില്ല. തഹശുദോലിൻ്റെ ഉപയോഗം യെഹെസ്കേൽ പ്രവചനം 16-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലുണ്ട്. ഞാൻ അവളെ വിചിത്ര വസ്ത്രം ധരിപ്പിച്ചു, തഹശുദോൽ കൊണ്ടുള്ള ചെരുപ്പിടിവിച്ചു. അപ്പൊ തഹശുദോലിന്റെ ഉപയോഗം എന്താണ്? ചെരുപ്പുണ്ടാക്കുന്നതാണ്. ചെരുപ്പുണ്ടാക്കാനാണ്. ഈജിപ്തിൽ ഇത് കിട്ടും. എൻ്റെ സുഹൃത്ത് ഷാർജ എയർപോർട്ടിലെ ഡെപ്യൂട്ടി ഡയറക്ടർ, അത്താണ്ടദാസന് നന്നായിട്ട് അറിയാം, പാസ്റ്റർ സുനിൽ തോമസ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഈജിപ്തിലുണ്ട്. അദ്ദേഹം ഈജിപ്തിൽ നിന്ന് തഹശുദോലിൻ്റെ ഷൂ കൊണ്ടുവന്നത് എന്നെ കാണിച്ചു. അന്ന് തൊട്ട് ഞാനും നോക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ അതിപ്പോൾ ഒരു തഹശുദോലിൻ്റെ ചെരുപ്പ് മേടിക്കാനാണ് നമുക്ക് പാട്. അതൊക്കെ കിട്ടും. ഇത് ദുർമോഹമൊന്നുമല്ല കേട്ടോ. കാരണം ഇത് ദൈവം തമ്പുരാൻ്റെ ലിസ്റ്റിൽപ്പെട്ടൊരു സാധനമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരെണ്ണം കിട്ടുവാണെങ്കിൽ നമുക്ക് ഇടാം. പിന്നെ ഇതൊന്നും വൈറലാക്കി ചിലർ ഇതും വൈറലാക്കും. അതാണ് പോട്ടെ. എനിവേ അങ്ങനെ വന്നാലും കുഴപ്പമൊന്നുമില്ല. എനിവേ അപ്പം തഹശുദോലിൻ്റെ ഉപയോഗം ചെരുപ്പുണ്ടാക്കുകയാണ്. അപ്പം ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ ഉപയോഗിച്ച ചെരുപ്പ് തഹശുദോലിൻ്റെ ചെരുപ്പാണ്. മരുഭൂമിയിൽ ഇത് ആവശ്യമാണ്. നല്ല സ്ട്രോങ് ലെതറാണ്. ഇതിനായി ഇവർ കൊണ്ടുവന്നത്. പക്ഷേ ദൈവത്തിന് ഇത് തിരിച്ചു കൊടുത്തു. ഇപ്പം ചെരുപ്പുണ്ടാക്കാൻ ആരുടെയും കയ്യിൽ ഇപ്പം തഹശുദോലില്ല. മനസ്സിലായോ? മരുഭൂമിയിലെ യാത്ര. ഈ ഇസ്രായേൽ മക്കളോട് ദൈവം തിരിച്ചെങ്ങനെ പ്രതികരിച്ചതെന്ന് വചനം അറിയാവുന്നവർക്കറിയാം. ഒരു രാത്രി 1 മണി വരെ ഉറങ്ങാതിരുന്ന് ഞാൻ കർത്താവിനെ സ്തുതിച്ചൊരു ചിന്തയത്. ഉറങ്ങാൻ പറ്റില്ല. എങ്ങനെ പ്രതികരിച്ച ദൈവം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. 40 വർഷം അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല. വർഷം പോയിട്ട് 4 വർഷം നമ്മൾ ഒരു ജോഡി ചെരുപ്പിടുവോ? ചെരുപ്പുണ്ടാക്കാനുള്ള തഹശുദോൽ അവർ ദൈവത്തിന് കൊടുത്തെങ്കിൽ ആ ദൈവം കൊടുത്തവർക്ക് ആർക്ക് കടക്കാരനായിരുന്നില്ല. 40 വർഷം അവരുടെ ചെരുപ്പ് തേയാതെ, വസ്ത്രം ജീർണിക്കാതെ ദൈവം കാത്തെന്ന് പറയുമ്പോ എന്റെ ദൈവം ആ ചെരുപ്പിന്റെ കാര്യത്തിൽ വരെ തന്റെ കരം ചലിപ്പിച്ചെന്ന് പറയുമ്പോ ഇന്ന് പകൽ ഉപവാസത്തിന്റെ 4-ാം ദിവസം ദൈവപൈതലിനോട് ദൂത് പറയുകയാ, നീ ചിന്തിക്കുന്ന ഏത് കാര്യത്തിലാ എന്റെ ദൈവം പോരാത്തവൻ? ഇന്ന് പകൽ അവന്റെ കരം ഇതിനകത്ത് ചലിച്ചാൽ നിനക്ക് അത്ഭുതം തോന്നുന്ന ചില ദൈവപ്രവർത്തികൾ, അസാധാരണത്വം തോന്നുന്ന ചില വിടുതലുകൾ, ആർക്കു വേണ്ടിയും വെളിപ്പെടാത്ത ചില മറുപടികൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിന്റെ ആഴം എത്ര പേർക്ക് മനസ്സിലായി? അയ്യോ, ഇങ്ങനെ ഒരു ദൈവമാണല്ലോ എന്റെ ദൈവം. 40 വർഷമൊക്കെ ചെരുപ്പ് തേയാതിരുന്ന് പറയുമ്പം ചെരുപ്പേ നടന്ന അത്ഭുതമല്ലേ അത്? പിന്നെ 20-കാരനാണ് ഈ തഹശുദോല് കൊടുത്തതെങ്കിൽ 40 വർഷം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് 60 വയസ്സായില്ലേ? അപ്പോൾ ആ 20-കാരൻ അന്ന് ഇട്ട ചെരുപ്പ് ഈ 60-ാമത്തെ വയസ്സിലും ആ ചെരുപ്പാണ് ഇടുന്നത്. ഇയാളുടെ കാല് വളർന്നില്ലേ? അലിഗരി വ്യാഖ്യാനമാണെന്നൊന്നും പറയരുത്. എന്നെപ്പോലെയുള്ളൊരു സാധാരണ ഉപദേശി ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും. 60-ാമത്തെ വയസ്സിലും ആ ചെരുപ്പ് അവന് പാകമാണ്. അതായത് പറഞ്ഞത്, എനിക്ക് ആ മിറക്കിളിനെ കുറിച്ചൊന്നും പ്രസംഗിക്കാൻ അറിയത്തില്ല. കുറിച്ചു വെച്ചോ. സ്വപ്നത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത ചില മറുപടികളും ചില ദൈവപ്രവർത്തികളും ചില വാർത്തകളും നിങ്ങളെ തേടിയെത്തുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. എന്റെ ദൈവം എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ തലമുറയ്ക്ക് വേണ്ടി, എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, എന്റെ പദ്ധതികൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് ആ പദം എന്നോട് ദൈവാത്മാവ് പറയുന്നു കേട്ടോ. മറ്റുള്ളവർക്ക് അസൂയ തോന്നത്തക്ക നിലയിൽ അസൂയാവഹമായ ചില ദൈവപ്രവർത്തികൾ, രക്തത്താൽ ജയം, അത് സംഭവിക്കും സഹോദര, അത് സംഭവിക്കും സഹോദരി. ഒരസാധാരണ ദൈവപ്രവൃത്തി രക്തത്താൽ ജയം.
ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എനിക്കറിയാം വ്യക്തിപരമായി ചിലർ കണ്ണുനീര് തുടയ്ക്കുന്ന കാണുമ്പോൾ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. വ്യക്തിപരമായി പലരോടും ദൈവം ഇടപെടുകയാണ്. ഇന്ന് പലരുടെയും ഹൃദയത്തിലെ മുറിവുകളെ കർത്താവിന് കെട്ടണം. അല്ലെങ്കിൽ ഞാനൊരു മുഖവരയിൽ നിന്ന് ഇങ്ങനെ പോകുന്നയാളല്ല കേട്ടോ. പക്ഷെ ദൈവാത്മാവിനെ ഇങ്ങനെ കൊണ്ടുപോകുക വ്യക്തികളിലൂടെ. നിങ്ങൾ ഇതിനകത്ത് നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, ഒരു അസാധാരണ വിടുതലോടെ മാത്രമേ ഇറങ്ങുള്ളൂ. കാരണം ആ പിതാവിന്റെ കൈ ഇതിനകത്ത് മേളിൽ ഇങ്ങനെ നിൽക്കുകയാ. ആ തേജസിന്റെ കരം, ആ കുറുകി പോകാത്ത കരം, ആ വല്ലഭത്വത്തിന്റെ പൂജം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോ ആത്മീയ കാര്യങ്ങൾ മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അതെനിക്ക് തോന്നുന്നു യേശുവിൻ്റെ ആ പാറ്റേൺ അപ്പസ്തോലന്മാരും അഭിഷക്തന്മാരും പിന്തുടരുകയായിരുന്നില്ലേ എന്നുള്ളതാണ്. ഇനി എപ്പഫ്രാസിന്റെ പ്രാർത്ഥന അവിടെ നിൽക്കത്തില്ല ഒട്ടും. എനിക്ക് അത്ഭുതമായിരുന്നു. എപ്പഫ്രാസിന്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചു. നിങ്ങൾ തികഞ്ഞവരും. കൊലോസ്യ സഭയ്ക്ക് വേണ്ടി എപ്പഫ്രാസ് പ്രാർത്ഥിക്കുക. നമ്മൾ എത്ര പേര് ഉപവാസ പ്രാർത്ഥന ഇങ്ങനെ ഒരു വിഷയം വെച്ചിട്ടുണ്ട്. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയവുമുള്ളവരായി തീരേണ്ടതിന് ഞാൻ പ്രാർത്ഥനയിൽ എപ്പോഴും നിങ്ങൾക്കായി പോരാടുന്നു. ഒരു സഭയ്ക്ക് വേണ്ടി ആ സഭയുടെ ശുശ്രൂഷകന്റെ പ്രാർത്ഥനയാ. നിങ്ങൾ ആരാവണം? തികഞ്ഞവരാവണം. ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരാകണം. അതുകൊണ്ട് എനിക്ക് ഈ സെഷനിൽ പ്രധാനമായി ഞാനിവിടെ ഫോക്കസ് ചെയ്ത് പറഞ്ഞത്, യേശു ആത്മീയ കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകി പ്രാർത്ഥിച്ചു. അപ്പസ്തോലനായ പൗലോസ് മുൻതൂക്കം നൽകി പ്രാർത്ഥിച്ചു. എപ്പഫ്രാസ് മുൻതൂക്കം നൽകി പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ പ്രാർത്ഥനയിൽ ഒരു ഭൗതിക വിഷയമെങ്കിലും ഉണ്ടായിരുന്നു. എന്നാൽ പൗലോസിൻ്റേതാകട്ടെ എപ്പഫ്രാസിൻ്റേതാകട്ടെ അവരുടെ ആരുടെയും പ്രാർത്ഥനയിൽ ഭൗതിക വിഷയങ്ങളേയില്ല. ദൈവമക്കൾ അതൊന്ന് ശീലിച്ച് നോക്കാം. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞല്ലോ, ആത്മീയ കാര്യങ്ങൾ. അപ്പം ആരാധനയ്ക്കൊക്കെ ഇരുന്നാലുണ്ടല്ലോ, ഇങ്ങനെ ഈ വെട്ടിലെ ചുണ്ണാമ്പ് തൂക്കുന്നവരൊന്നും കൈയടിക്കരുത്. കൈയടിച്ച ശബ്ദം കേൾക്കണം. കർത്താവ് ഇതൊക്കെ നോക്കും. ഇവൻ കൈയടിക്കുന്നതിൽ പിശുക്കനാണോ എന്നൊക്കെ കർത്താവ് ശ്രദ്ധിക്കും. നമ്മൾ പിശുക്ക് കാണിക്കരുത്. ഒരു സ്തോത്രം പറയുകയാണെങ്കിൽ നല്ല സ്തോത്രം പറയണം. ഒരാമേൻ പറയുകയാണെങ്കിൽ നല്ല ആമേൻ പറയണം. ആമേൻ. കർത്താവിന് മഹത്വം കൊടുക്കുമ്പോൾ അത് നല്ല ടേസ്റ്റ് ഉള്ളതായിട്ടേ നമ്മൾ കൊടുക്കാവൂ, നമ്മൾ പറയാവൂ. അങ്ങനെ ശീലിച്ചു നോക്കിയേ. ഞാൻ വിശ്വസിക്കുന്ന കാര്യം പറയാം, അതിൻ്റെ പുറകെ നമുക്ക് ആവശ്യമുള്ളത് ദൈവത്തിനും. യെസ്, ഒരു സംശയം അതിനകത്ത് വേണ്ട. അതിൻ്റെ പുറകെ ദൈവം നമുക്കത് തരും. ഹല്ലേലൂയ. അങ്ങനെ ആ ദൈവത്തെ അനുഭവിച്ചിട്ടുള്ളവരല്ലേ ഇതിനകത്ത് ഇരിക്കുന്നത്. ശബ്ദം ഉയർത്തണം നമ്മൾ. ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കണം നമ്മൾ. നമ്മുടെ ആരോഗ്യം ദൈവത്തിന് കൊടുക്കണം. നമ്മുടെ ശബ്ദം നമ്മൾ ദൈവത്തിന് കൊടുക്കണം. നമ്മുടെ സമയം നമ്മൾ ദൈവത്തിന് കൊടുക്കണം. ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോ നമ്മുടെ കുറിവാക്യത്തെ തൊട്ട് ഞാൻ നിർത്തും. കർത്താവ് വരുവാൻ താമസിച്ചാൽ, നിയോഗം ഉണ്ടെങ്കിൽ രാത്രിയിലത്തെ സെഷനിൽ നമ്മൾ ഈ വാക്യത്തിൻ്റെ ബാക്കി ഭാഗം ധ്യാനിക്കും. നമ്മുടെ കുറിവാക്യത്തെ നമ്മൾ ഇനി കയറിയാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാവും. അത് ഈ വചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയും, ഇത് ഭയങ്കര ആഴമല്ലേ. അതിനകത്ത് ഇറങ്ങി വരാൻ നമുക്ക് പാടാം. എനിക്ക് നിങ്ങളുടെ മുഖവും നിങ്ങളുടെ സന്തോഷവും കണ്ടിട്ടാണ് ഞാൻ ഇത്രയും നേരം ഇവിടെ നിന്നത്. ഭയങ്കര ആത്മീയ സന്തോഷം ഇതിനകത്തുണ്ട്. ഭയങ്കര ദൈവസാന്നിധ്യം ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ഞാൻ ആ വാക്യം തുടങ്ങി വെച്ചിട്ട് നിർത്തും. യേശു പഠിപ്പിച്ചത് എന്താണ്? യേശു പറഞ്ഞത് എന്താണ്? ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനംപ്രതി തരണം. അപ്പം ഞാൻ ആ വാചകത്തെ ഒന്നുകൂടെ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി വ്യക്തമാക്കിയ, നമുക്ക് ആഗ്രഹമുള്ളതല്ല നമ്മൾ അപേക്ഷിക്കേണ്ടത്. ഞാൻ ഒന്നുകൂടെ പറയുന്നു,
ശ്രദ്ധിച്ചു കേൾക്കണം. യേശു പഠിപ്പിച്ച വാചകത്തിൻ്റെ അർത്ഥം ഒന്ന് വ്യക്തമാക്കുകയാണ്. നമുക്കാഗ്രഹമുള്ളതല്ല നമ്മൾ അപേക്ഷിക്കേണ്ടത്. യേശുവിൻ്റെ പഠിപ്പിക്കൽ അനുസരിച്ചാണെങ്കിൽ നമുക്കാവശ്യമുള്ളതേ അപേക്ഷിക്കാവൂ. ആമേൻ. എനിക്കറിയാം അവിടെയും നമുക്ക് നിശബ്ദത തോന്നുന്നതിൻ്റെ കാര്യം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് അങ്ങനല്ല അല്ലേ? ആഗ്രഹിക്കുന്ന ആത്മാക്കളെ അല്ലേ തൃപ്തിപ്പെടുത്തുന്ന ദൈവം എന്നുള്ള ചിന്തയ്ക്കാണ് നമ്മുടെ ഉള്ളിൽ ഏറെ പ്രാബല്യമുള്ളത്. സത്യമല്ലേ? എന്നാൽ യേശുവിൻ്റെ ആ വരികളുടെ വാക്കുകളുടെ അർത്ഥം പറഞ്ഞ് നമ്മൾ ഈ സന്ദേശം ഇന്നിവിടെ നിർത്തും. നിയോഗമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെട്ടാൽ നമ്മൾ ബാക്കി വൈകിട്ട് ചിന്തിക്കും. യേശു പറഞ്ഞതിൻ്റെ അർത്ഥം പറഞ്ഞു നിർത്താം. ഒരു പ്രാർത്ഥനയിൽ ഒരു സഭ, ഒരു ദൈവ പൈതൽ ആഗ്രഹമുള്ളതല്ല അപേക്ഷിക്കേണ്ടത്, ചോദിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. ആവശ്യമുള്ളതാണ്. നീഡ്, യെസ്, ആവശ്യമുള്ളത്. ശരിക്കും ആ വാചകത്തിന് ഒരു പഴയ നിയമ പശ്ചാത്തലമുണ്ട്. അത് പറഞ്ഞ് ഞാൻ നിർത്തും. ഞാൻ പറഞ്ഞല്ലോ, ആ കുറിവാക്യം പറഞ്ഞ് നമ്മൾ നിർത്തും. ബാക്കി ഭാഗം കർത്താവ് അനുവദിച്ചാൽ വൈകിട്ട് നമുക്ക് ചിന്തിക്കാം. ഈ വാക്യത്തിന് പഴയ നിയമ പശ്ചാത്തലമുണ്ടെന്ന് പറയാൻ കാര്യം, ഈ ഇസ്രായേൽ മക്കൾക്ക് ദൈവം മരുഭൂമിയിൽ വെച്ച് ഇറച്ചി കഴിക്കാൻ കൊടുത്തു. അവരിറച്ചിപ്രിയരായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അവർ പറയുന്നുണ്ട്, ഞങ്ങൾ മിസ്രയീമിൽ ഇറച്ചിക്കലങ്ങളുടെ അടുക്കലിരുന്നു. അപ്പോൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കൽ ഇരുന്നു എന്ന് പറയുമ്പോൾ ഈജിപ്തിൽ വെച്ച് നന്നായി ഇറച്ചി ഭുജിച്ച ഒരു പാരമ്പര്യം ഇസ്രായേൽ മക്കൾക്കുണ്ട്. മരുഭൂമിയിലേക്ക് വന്നപ്പോഴും അവർക്ക് ഇറച്ചിയോട് താല്പര്യം തോന്നുകയും ഇറച്ചി കഴിക്കാനുള്ള അദമ്യമായ ആഗ്രഹം ഇവർക്കുണ്ടാകുകയും ചെയ്തിട്ട് അതിൻ്റെ പേരിൽ ഇവർ പിറുപിറുക്കുകയും പരാതിപ്പെടുകയും ചെയ്തു. പക്ഷെ ദൈവം അത് പരിഹരിച്ചു അല്ലേ? ദൈവം കൊടുത്ത ഇറച്ചി ഏതാണ് നമുക്കറിയാം? കാടയിറച്ചിയാണ്. കാടയിറച്ചിയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. എന്തായാലും ഈജിപ്തിൽ വെച്ച് ഇവർ കാടയിറച്ചി കഴിച്ചിട്ടില്ല. ഇത് എൻ്റെ അനുമാനവും അഭിപ്രായവുമാണ്. കഴിച്ചിട്ടില്ല. മരുഭൂമിയിൽ വെച്ച് ദൈവം ഇവർക്ക് കൊടുത്തത് കാടയിറച്ചിയാണ്. കാടയിറച്ചിയെക്കുറിച്ച് പഴയ ആളുകൾക്കറിയാം. 1000 കോഴിക്ക്, കണ്ടോ, ഇതറിയാവുന്നവർ ഇരിപ്പുണ്ട്, അരക്കാട എന്ന് പറഞ്ഞാൽ 1000 കോഴിയെ കഴിക്കുന്നതിന് തുല്യമാണ് ഒരു കാടയുടെ പകുതി കഴിക്കുന്നത്. ഇതാ ഒരെണ്ണത്തിനും ഗുണമില്ലാത്തത്. ഈ മോർച്ചറി വെച്ച സാധനമെല്ലാം കൂടെ പുഴുങ്ങി തിന്നിട്ട് കൈയടിക്കാനുള്ള ആരോഗ്യമില്ല. ആ ഇരിപ്പ് കണ്ടാലോ ഫ്രീസറിനകത്തിരിക്കുന്ന പോലെ ഇരിക്കുക. ഗുണമില്ല. അതുകൊണ്ട് ഒരു 500 കോഴിയെ തിന്നുന്നതിന് പകരം വല്ലപ്പോഴും ഒരു കാടയിറച്ചിയൊക്കെ മേടിച്ച് കഴിക്കുക. ഭയങ്കര ഹെൽത്തി. നിങ്ങൾ അറിയാവുന്നവരോട് ചോദിച്ചു നോക്ക്. ഞാൻ ഈ മേഖലയിൽ എക്സ്പെർട്ടല്ല, പക്ഷേ ഹെൽത്തി ഫുഡ് ഞാൻ വായിച്ചിട്ടുള്ള പറയാം. ഹെൽത്തി ഫുഡ്, ഫാറ്റ്ലെസ് മീറ്റ്, കാടയിറച്ചിയുടെ കാര്യമാണ് പറയുന്നത്. കൊഴുപ്പില്ല എന്ന് പറഞ്ഞാൽ കാടയിറച്ചി കഴിച്ച് ആർക്കും ബ്ലോക്ക് ഉണ്ടായിട്ടില്ല. ഇല്ലില്ല. മരുഭൂമിയിൽ ആരും ബ്ലോക്ക് വന്ന് തീർന്നിട്ടില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതെന്നാ ഇടപാട ഇത്രയും വർഷം ഈ മെനു എന്താ ദൈവം ഒന്ന് മാറ്റിപ്പിടിക്കാൻ? നമ്മളാണെ സമ്മതിക്കൂ. ഇന്നലെ സാമ്പാർ കൂട്ടി, ഇന്നും സാമ്പാർ കൂട്ടി, നാളെയും സാമ്പാർ തന്നെ നമ്മുടെ മുന്നേ വരുമ്പോൾ ഞാൻ അഭിപ്രായം പറയും എൻ്റെ വൈഫിനോട്,
ഇത് തീർന്നില്ലേ മേഴ്സി? ഇത് അല്ല, ഞാൻ ചോദിക്കും, ഇത് വാസ്തവത്തിൽ ഫ്രിഡ്ജ് കണ്ടുപിടിച്ചത് ദൈവം തന്നെയാണ്. ആ കാര്യത്തിൽ എനിക്കൊരു ചെറിയ വിഷമം ദൈവത്തോടുണ്ട്. ഫ്രിഡ്ജ് കണ്ടുപിടിച്ച ദൈവമാണെന്നുള്ളതിന് തെളിവറിയാമല്ലോ. മന്ന വീണത് മഞ്ഞിനകത്താണ്. അതുകൊണ്ടാണ് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ മന്ന പെറുക്കണമെന്ന് പറഞ്ഞത്. സൂര്യൻ ഉദിച്ചാൽ മഞ്ഞുരുകും. മഞ്ഞുരുകിയാൽ മഞ്ഞിനകത്ത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന മന്ന മണ്ണിൽ മുട്ടും. മന്ന മണ്ണിൽ മുട്ടിയാൽ മന്ന മലിനമാകും. അതുകൊണ്ടാണ് മഞ്ഞിനകത്ത് ദൈവം ഇത് പൊഴിച്ചിട്ടത്. അപ്പോൾ ഒറ്റ രാത്രിയിലത്തേക്ക് ഫ്രീസ് ചെയ്യാവൂ എന്നും അതിനകത്തൂടെ നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ നമ്മൾ ഈ പല സ്ഥലത്തൊക്കെ യാത്ര ചെയ്ത് പോകുന്നതുകൊണ്ട് ചില ഭക്ഷണത്തിൻ്റെ മേശയിൽ വരുമ്പോൾ നമുക്ക് മണമടിക്കുമ്പോഴേ നമുക്കറിയാം ഇത് ഇന്നത്തേതല്ല. നമ്മൾ ഒന്നുകൂടെ മണമടിക്കും. ഇന്നലത്തേതുമല്ല. നമ്മൾ മണം പിടിക്കാൻ മിടുക്കര, മിനിങ്ങാന്നത്തേതുമല്ല. പിന്നെ നമ്മൾ ഒടുവിലൊരു ധാരണയിലെത്തും, കുറഞ്ഞതൊരു 4 ദിവസത്തെ. ഞങ്ങളതുകൊണ്ട് ബൈബിൾ സ്കൂളിൽ പഠിച്ച് 983 കഥയെ ബൈബിൾ സ്കൂളിൽ പഠിച്ച കാലത്ത് ഞങ്ങളെല്ലാം കൂടെ ഈ സാമ്പാറിനിട്ട പേരാണ് ലാസർ. കാരണം നാറ്റം വെച്ച് തുടങ്ങി, 4 ദിവസമായി. അങ്ങനെയൊന്നും ആർക്കും കൊടുക്കരുത്. അയ്യോ, അതൊക്കെ കഴിച്ച് ചത്തുപോകുമെന്ന്. ഒരു 1-2 ദിവസം കൂടുതലൊന്നും ഫ്രീസറിൽ വെച്ച് ഒരു സാധനം തിന്നരുത്. വല്ല ഫ്രഷായിട്ട് കഴിച്ചേച്ച് ചാകാൻ കിടക്ക്. അതല്ല, എന്തിനിങ്ങനെ തിന്നുക? ഞാൻ ചോദിക്കാറുണ്ട്, ഒന്ന് മാറ്റി പിടിക്കും മേഴ്സി, ഈ സാമ്പാർ എത്ര ദിവസമായി? അപ്പം അപ്പയ്ക്ക് അങ്ങനെ പറയാം, അടുക്കള കിടന്ന് കഷ്ടപ്പെടുന്നു ഞങ്ങൾ. എന്നാൽ പിന്നെ നീ ഒരു 15 ദിവസം അങ്ങ് വെക്കെന്നൊക്കെ പറഞ്ഞ് അതിന് എഴുന്നേറ്റ് പോയിട്ടുണ്ടെന്ന്. എന്തുവാണ് ഈ പറയുന്നത്? അപ്പം ഞാൻ പറയാം, ഒരു മെനു തന്നെ നമുക്ക് പോലും പിടിക്കുകയില്ല. പക്ഷെ ദൈവം മെനു മാറ്റിയില്ല. അതാ ഞാൻ പറയുന്നത്, ദൈവം ഈ കാടയിറച്ചി എന്നുള്ള മെനു മാറ്റിയില്ല. എന്താ കാര്യം? മരുഭൂമിയിലെ യാത്രയിൽ ഇവർക്ക് ആഗ്രഹമുള്ളത് ദൈവം കൊടുക്കാതിരുന്നത് ഇവരെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. ഇവർക്ക് ആഗ്രഹമുള്ളത് ദൈവം ഇവർക്ക് കൊടുക്കാതിരുന്നത് ഇവരെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആഗ്രഹമുള്ളത് ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കാതെ മരുഭൂമിയിലെ കാലാവസ്ഥയ്ക്കും യാത്രയ്ക്കും ഇവരുടെ ശരീരത്തിനും ആപ്റ്റായ ഇറച്ചി, കാടയിറച്ചിയാണ് ആവശ്യമുള്ളത്. ഇതാണ് എന്നറിയാവുന്ന ദൈവം ആ മെനു മാറ്റിയില്ല. മനസ്സിലാകുന്നുണ്ടോ ദൈവമക്കൊക്കെ? അതുകൊണ്ട് മരുഭൂമിയിൽ ദൈവം അവർക്ക് എന്തേ കൊടുത്തുള്ളൂ? ആവശ്യമുള്ളതേ കൊടുത്തുള്ളൂ. ഈ പഴയ നിയമ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി തരേണം എന്ന് യേശു പഠിപ്പിച്ചതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ. ആമേൻ. അതുകൊണ്ട് ആഗ്രഹിച്ചത് കിട്ടിയില്ലെന്ന് കരുതി ആരും പ്രാർത്ഥനയിൽ നിരാശപ്പെട്ടു പോകണ്ട. ആഗ്രഹിച്ചത് എനിക്ക് കിട്ടാതിരുന്നാലും എനിക്ക് ആവശ്യമുള്ളത് തരാൻ അതുപോലെ ദൈവവൈതലേ, ആവശ്യമുള്ളത് തരാൻ ഒരപ്പൻ സ്വർഗത്തിൽ ഉണ്ടെങ്കിൽ അതുപോലെ. ഹൃദയം നന്ദി കൊണ്ട് നിറയുന്നുണ്ടോ? ഹൃദയത്തിൽ നന്ദിയുടെ നിറവുണ്ടോ? ഹല്ലേലൂയ. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്നെ നടത്താൻ എനിക്കൊരു ദൈവം സ്വർഗത്തിൽ ഉണ്ടെന്ന് ഇന്നത്തെ ഈ ചിന്തയിലൂടെ ഉള്ളത്തിൽ ഉറപ്പ് ലഭിച്ച ദൈവമക്കൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, സന്തോഷമുള്ള അധരത്തോടെ ഈ സർവശക്തൻ അല്പനേരം മഹത്വം കൊടുത്താട്ടെ. ഇത് ദൈവദാസൻ പറഞ്ഞിട്ടാവരുത്. ഹൃദയത്തിൽ നിയോഗമുള്ളവർ എന്റെ ആഗ്രഹങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കരം ചലിപ്പിക്കാൻ എനിക്കൊരു ദൈവമുണ്ടെന്നുള്ള ഉറപ്പ് ഇന്ന് പകൽ കർത്താവേ നീ എനിക്ക് തന്നല്ലോ, മതി 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 മതി, എന്റെ ആവശ്യം നടന്നാ മതി, പോരെ നിന്റെ തലമുറയുടെ ആവശ്യം. രക്തത്താൽ 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 ഹല്ലേലൂയ.
ഇത് കുറിച്ചു വെച്ചോ. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആ ഡേറ്റ് എന്ന് പറയാ. ഈ 2024 തന്നെ ചില ആഗ്രഹങ്ങളെ തടഞ്ഞു വെച്ചിട്ട് ചില ആവശ്യങ്ങളുടെ നിർവഹണത്തിലേക്ക് ദൈവം ഈ സഭയെ കൊണ്ടുപോകുന്നു. ഇവിടെയുള്ള കുടുംബങ്ങളെ കൊണ്ടുപോകുന്നു, അഭിഷക്തന്മാരെ കൊണ്ടുപോകുന്നു, തലമുറകളെ കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു ദൈവപ്രവൃത്തിക്കായി ദൈവസഭ ഒരുങ്ങാൻ ദൈവാത്മാവ് ഇന്ന് പകൽ ദൂത് പറയുമ്പോൾ ആമേൻ 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 എന്ന് പറയാൻ രക്തത്താൽ 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 ജയം. കർത്താവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അവിടുത്തെ വലിയ നാമത്തെ സ്തുതിക്കുകയാണ്. അങ്ങ് ഞങ്ങളുടെ പിതാവാ. ഞങ്ങൾ ആഗ്രഹിക്കുന്ന തരണ്ട, വേണ്ട വേണ്ട, പക്ഷേ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് നീ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മതി. ആ ഉറപ്പോടെയാണ് ഞങ്ങൾ ഇന്ന് പകൽ എഴുന്നേൽക്കാൻ പോകുന്നത്.